everyone, hope you're all doing good. Myself Tanuja and നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ബയോളജിയാണ്. അപ്പോൾ +2 ബയോളജിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് നിങ്ങൾ ബാക്കിൽ കാണുന്ന പോലെ തന്നെ എവല്യൂഷൻ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത്, എങ്ങനെയാണ് നമ്മുടെ ഭൂമി ഇപ്പം കാണുന്ന ലെവലിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്, എപ്പോഴാണ് ഭൂമി ഉണ്ടായത്, ഭൂമി ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ്, അത് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് പറയത്തില്ല, ബട്ട് ആദ്യം എങ്ങനെയായിരുന്നു, ഫോർമേഷൻ സമയത്ത് ഭൂമി ഇപ്പോഴുള്ള പോലെ ആയിരുന്നോ, എങ്ങനെയായിരുന്നു ആദ്യം, ഫസ്റ്റ് ഓർഗാനിസംസ് ആരാണ് ഈ ഭൂമിയിൽ ആദ്യമായി ഉണ്ടായ ഓർഗാനിസം, അതെങ്ങനെയാണ് പിന്നെ ഓർഗാനിസത്തിൽ നിന്ന് ഇപ്പം ഉണ്ടായ പോലത്തെ ജൈവ വൈവിധ്യം അല്ലെ ബയോഡൈവേഴ്സിറ്റി ഒക്കെ ഉണ്ടായി നിൽക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കുന്നത്. കുറച്ച് സയൻറ്റിസ്റ്റുകളെ പറ്റി പഠിക്കാനുണ്ട്, ജസ്റ്റ് അവരുടെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് പഠിക്കാനുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് സത്യം പറയുകയാണെങ്കിൽ. ഓക്കെ, കാരണം എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഉണ്ടായതെന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റിയാണ് അല്ലേ. അപ്പോൾ പല തിയറീസ് ഉണ്ട്, പല തിയറീസ് നിങ്ങൾക്ക് പഠിക്കാറുണ്ട്, ഒക്കെ സിമ്പിൾ സാധനം. അതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് ഇടുന്നാലോ. അപ്പം എവല്യൂഷൻ അല്ലേ, അപ്പോൾ എവല്യൂഷൻ പറയുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒറിജിൻ ഓഫ് ലൈഫാണ്. എങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം, ജീവൻ എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തത്, ആൻഡ് അതേപോലെ തന്നെ ലൈഫ് ഫോംസ്. ഓക്കെ, അത് ഇപ്പോൾ കാണുന്ന പോലെ പലതരത്തിൽ ഹ്യൂമൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആനിമൽസ് ഉണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ലൈഫ് ഫോമുകൾ എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വന്നത്. അതേപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജൈവ വൈവിധ്യം ഇത്രത്തോളം ഇങ്ങനെ ഭൂമിയിൽ വന്നു എന്നുള്ള കാര്യം. അതേപോലെ തന്നെ എന്താണ്, അതായത് ഭൂമിൻ്റെ എവല്യൂഷനും നമ്മുടെ യൂണിവേഴ്സിൻ്റെ എവല്യൂഷനും നമ്മുടെ എവല്യൂഷനും എല്ലാം കൂടെ ഒരു ടൈം ലൈനിൽ ഇട്ടിട്ട് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. നമ്മൾ ഭൂമി എങ്ങനെ ഇവോൾവ് ചെയ്തു, യൂണിവേഴ്സ് എങ്ങനെ ഇവോൾവ് ചെയ്തു, നമ്മളെങ്ങനെ ഇവോൾവ് ചെയ്തു, നമ്മൾ ഇൻ ദ സെൻസ് ദാറ്റ് ലൈഫ് ആൻഡ് ഹ്യൂമൻസ് എല്ലാം നമ്മൾ നോക്കൂ കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുക. ആൻഡ് ലാസ്റ്റ് ഹ്യൂമൻസിൻ്റെ എവല്യൂഷനും കൂടെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റനും കൂടെ പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ എൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമുക്ക് വേഗം ടോപ്പിക്സിലേക്കൊക്കെ കിടക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് ഏതാണ്, ഒറിജിൻ ഓഫ് ലൈഫാണ്. എങ്ങനെയാണ് ജീവൻ, ഓക്കെ, ജീവൻ്റെ ആദ്യത്തെ കണിക അല്ലെങ്കിൽ ഫസ്റ്റ് ലൈഫ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യൂണിവേഴ്സ് അല്ലേ, നമ്മുടെ ഫുൾ ഈ ചുറ്റും കാണുന്ന ഭൂമി എന്ന് പറയുന്നത് എവിടെയാണുള്ളത്, ആ ഒരു ഐഡിയ ഉണ്ടാവണം കേട്ടോ. നമ്മുടെ ഏർത്ത് എവിടെയാണുള്ളത്, സോളാർ സിസ്റ്റത്തിലാണുള്ളത് അല്ലേ. സോളാർ സിസ്റ്റം എവിടെയാണുള്ളത്, മിൽക്കി വേ ഗാലക്സിയിലാണുള്ളത്. ഓക്കെ, ഈ മിൽക്കി വേ ഗാലക്സി എവിടെയാണുള്ളത്, ഈ യൂണിവേഴ്സിലാണുള്ളത്. റൈറ്റ്, അപ്പോൾ അതേപോലത്തെ ഒരുപാട് യൂണിവേഴ്സസ് ഉണ്ട് എന്നൊക്കെയാണ് പല തിയറീസും പറയുന്നതെന്നാണ്. അപ്പോൾ അങ്ങനെ എത്രയോ യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സുകളിലൊക്കെ എത്രയോ ഗാലക്സികൾ ഉണ്ടാവും അല്ലേ. എത്രയോ ഗാലക്സികളിലൊക്കെ എത്രയോ ഈ സോളാർ സിസ്റ്റം പോലത്തെ പല സിസ്റ്റംസ് ഉണ്ടാവും. ആൻഡ് ആ പല സിസ്റ്റത്തിലും പല പ്ലാനറ്റ്സ് ഉണ്ടാവും. ആൻഡ് അതിൽ ഏതിലാണ് ലൈഫ് ഉള്ളതെന്ന് നമുക്കറിയോ, നമുക്കില്ല. നമുക്കിപ്പോൾ എന്താ അറിയുക, ഭൂമിയിലാണ് ലൈഫ് ഉള്ളതെന്നേ അറിയുള്ളൂ. പക്ഷേ ഡു യു റിയലി തിങ്ക് ഭൂമിയിൽ മാത്രമാണ് ലൈഫ് ഉള്ളത്? ഐ ഡോണ്ട് തിങ്ക് സോ. ഐ പേഴ്സണലി ഡോണ്ട് തിങ്ക് സോ. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഭൂമിയിൽ മാത്രമാണ് ലൈഫ് ഉള്ളതെന്ന്. ബിക്കോസ് ഇതേ ഒരു സിസ്റ്റം റൈറ്റ്, അതായത് സൂര്യന് ചുറ്റും കുറേ പ്ലാനറ്റ്സ് കറങ്ങുന്നു. ആൻഡ് അതിലൊരു പ്ലാനറ്റിൽ കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസും എല്ലാം കറക്റ്റായി വന്നതുകൊണ്ട് ഭൂമിയിൽ ലൈഫ് ഉണ്ട്. ആൻഡ് അതേപോലത്തെ സിറ്റുവേഷൻസ് വേറെ എത്ര യൂണിവേഴ്സുകളുണ്ട്, എത്ര ഗാലക്സികളുണ്ട്, ആ ഗാലക്സികളിൽ എത്ര സിസ്റ്റംസ് ഉണ്ട്. അതിനകത്തൊക്കെ വന്നോളാന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ, വന്നോളാന്ന് ഇല്ലല്ലോ. സോ വരാം. റൈറ്റ്, ഐ ബിലീവ് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ലൈഫ് അല്ലെങ്കിലും ഇൻ ഡിഫറെൻറ്റ് ആസ്പെക്ട് ലൈഫ് എന്തായാലും ഏതെങ്കിലുമൊക്കെ പ്ലാനറ്റിലുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. പറയാൻ പറ്റത്തില്ല. ലെറ്റ്സ് ഹോപ്പ് സോ അല്ലേ, ഓർ ലെറ്റ്സ് നോട്ട് ഹോപ്പ് സോ, അറിയത്തില്ലല്ലോ. എനിവേസ്, അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണെന്നാണ് വിശ്വാസം. 20 ബില്യൺ, ഓക്കെ, മില്യൺ അല്ല ബില്യൺ. ഓക്കെ, 20 ബില്യൺ, മില്യൺ കഴിഞ്ഞിട്ടാണ് ബില്യൺ, അതറിയാലോ, മില്യനേക്കാൾ കൂടുതലാണ് ബില്യൺ. അപ്പോൾ യൂണിവേഴ്സ് അബൌട്ട് 20 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. ഇതെങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല തിയറീസ് ഉണ്ട്. ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ള ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല കേട്ടോ. അതിനെ സംബന്ധിച്ചാൽ യൂണിവേഴ്സിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ഏർത്ത് വെറും ഒരു പൊട്ട് മാത്രമാണ്. റൈറ്റ്, അപ്പോൾ യൂണിവേഴ്സിനകത്തുള്ള ഒരുപാട് ഗാലക്സികളിൽ ഒരു ഗാലക്സി മാത്രമാണ് മിൽക്കി വേ. അതിനകത്തുള്ള ഒരുപാട് സിസ്റ്റത്തിൽ ഒരു സിസ്റ്റം മാത്രമാണ് സോളാർ സിസ്റ്റം. ആൻഡ് അതിലുള്ള ഒരുപാട് പ്ലാനറ്റ്സിൽ ഒരു പ്ലാനറ്റ് മാത്രമാണ് ഏർത്ത്. ആൻഡ് ആ ഏർത്തിലുള്ള ഒരുപാട് കോണ്ടിനെൻസിൽ ഒരു കോണ്ടിനെൻറ്റ് മാത്രമാണ്, നിങ്ങൾ ഏത് കോണ്ടിനെൻറ്റിലാണ് ഉള്ളത് ആ കോണ്ടിനെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്, അതിൽ വെറും ഒരു കോണ്ടിനെൻറ്റ് മാത്രമാണ്. അതിൽ ഒരു രാജ്യം, ആ രാജ്യത്തിൽ ഒരു സ്റ്റേറ്റ് അല്ലെ, ആ സ്റ്റേറ്റിൽ നിങ്ങളുടെ ഒരു ചെറിയ വീട്ടിനകത്തുള്ള ഒരാളാണ് നിങ്ങൾ, അത്രയേ ഉള്ളൂ. റൈറ്റ്, അതിനപ്പുറം നിങ്ങൾ എന്ത് ചെയ്യരുത്. അതായത് നമ്മൾ ഈ വലിയ അഹങ്കാരമൊക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലോ അല്ലേ, അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേസ്, ഇത് പല തിയറീസ് ഉണ്ട് യൂണിവേഴ്സ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചിട്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറിയാണ് നമ്മുടെ ബിഗ് ബാങ് തിയറി.
ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഒക്കെ ഉണ്ട്. എനിവേസ് ഞാൻ കാണാറുണ്ടായിരുന്നു പണ്ട്. എനിവേസ് ദ ബിഗ് ബാങ് തിയറി, റൈറ്റ്. ഈ ബിഗ് ബാങ് തിയറി എന്താ പറയുന്നത്? ഇതൊക്കെ ചെറിയ മക്കൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് പോകുന്നത് കേട്ടോ. ഇതൊന്നും അങ്ങനെ കോംപ്ലിക്കേഷൻ ഉള്ള സാധനമല്ലല്ലോ. ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു വലിയ എക്സ്പ്ലോഷൻ സംഭവിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ഒരു സ്ഫോടനം, റൈറ്റ്. നമുക്ക് ഫിസിക്കൽ ടേംസിൽ നമുക്ക് ഇത്ര മാഗ്നിറ്റ്യൂഡിലാണ് ഈ സ്ഫോടനം നടന്നത്, ഇതാണ് ഇതിന്റെ എഫക്റ്റ് എന്നൊന്നും പറഞ്ഞ് നിർത്താൻ പറ്റാത്ത, പറഞ്ഞെത്തിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു സ്ഫോടനം നടന്നെന്നാണ് പറഞ്ഞത്. ഒരു ഹ്യൂജ് എക്സ്പ്ലോഷൻ, അൺഇമാജിനബിൾ ഇൻ ഫിസിക്കൽ ടേംസ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മുടെ ബിഗ് ബാങ് എന്ന് പറയുന്നത്, റൈറ്റ്. അങ്ങനെ വലിയൊരു എക്സ്പ്ലോഷൻ നടന്നു. ആൻഡ് ആ ഒരു എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു. അത് ഇത്രയുള്ള യൂണിവേഴ്സ് ആണെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യത്തില്ലേ, എക്സ്പാൻഡ് ചെയ്യും. അല്ലെങ്കിൽ വലുതാവത്തില്ലേ, വലുതാവും. അങ്ങനെ യൂണിവേഴ്സ് എന്തായെന്നാ പറയുന്നത്, യൂണിവേഴ്സ് വലുതായെന്നാ പറയുന്നത്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കാം, നിങ്ങളൊരു ചെറിയ റൂമിൽ ഇരിക്കുകയാണ്, നിങ്ങളൊരു വലിയ റൂമിൽ ഇരിക്കുകയാണ്. എവിടെയായിരിക്കും നിങ്ങൾക്ക് ചൂടെടുക്കുക? ചെറിയ റൂമിൽ. ഇവിടെ AC ഒന്നും ഇല്ല, ചെറിയ റൂമിലല്ലേ നിങ്ങൾക്ക് ചൂടെടുക്കുക. കാരണം എന്താ, അവിടെ സ്ഥലം കുറവാണ്, ചൂട് കൂടുതലായിരിക്കും. വലിയ റൂമാകുമ്പോൾ കുറച്ചും കൂടെ അവിടെ എയറിന് സ്ഥലമുണ്ട്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അവിടെ ചൂട് കുറവായിരിക്കും. ഇതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു ചെറുതായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്പ്ലോഷന് മുമ്പേ ആ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ എക്സ്പ്ലോഷൻ കഴിഞ്ഞ സമയത്ത് അവിടെ എന്ത് ചെയ്തു, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ടെമ്പറേച്ചർ കെയിം ഡൗൺ, അത് ടെമ്പറേച്ചർ താഴോട്ട് വന്നു എന്നുള്ളതാണ്. ഭയങ്കര ചൂടിൽ നിന്ന് ടെമ്പറേച്ചർ താഴോട്ട് വന്നു എന്നുള്ളതാണ്. പിന്നീട് ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഗ്യാസുകളൊക്കെ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ്. ആൻഡ് അത് തുടങ്ങിയതിന് ശേഷം പിന്നെ പല ഗ്യാസുകൾ ഉണ്ടായി. ഹൈഡ്രജൻ, ഹീലിയം മാത്രമല്ല പല ഗ്യാസസ് ഉണ്ടായി. ഇപ്പോൾ കാണുന്ന പല ഗ്യാസുകൾ ഉണ്ടായി. നൈട്രജൻ, ഓക്സിജൻ ഒക്കെ പിന്നീടാണ് ഉണ്ടാകുന്നത്. ഹൈഡ്രജൻ, ഹീലിയം ഒക്കെയാണ് തുടക്കത്തിലുണ്ടായ ഗ്യാസസ്. അങ്ങനെ ഈ ഗ്യാസുകളെല്ലാം പിന്നീട് എന്ത് സംഭവിച്ചു, ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റി, ഒരു നിങ്ങളെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആ ഗ്രാവിറ്റി കാരണം അത് ഭൂമിക്ക് മാത്രമാണോ ഉള്ളത്? അല്ല, ഇവിടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിക്ക് മാത്രമുള്ള ഒരു സാധനമല്ല കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാ പ്ലാനറ്റ്സിലും എന്തുണ്ട്, ഗ്രാവിറ്റി ഉണ്ട്. പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡിഫറെന്റ് ആയിരിക്കും. ഭൂമിയിലുള്ള പോലെയല്ല അവിടെ ഗ്രാവിറ്റിക്ക് എന്തുണ്ട്, വ്യത്യാസം വരും. ഗ്രാവിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിൽ, അളവിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ഗ്രാവിറ്റി ഇല്ല എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഇല്ലാണ്ടല്ല, ഗ്രാവിറ്റി ഉണ്ട്. ഓക്കെ, അത് പക്ഷെ എന്താണ്, കുറവാണ്, അല്ലെങ്കിൽ ചില കേസിൽ കൂടുതലായിരിക്കും എന്നൊക്കെയുള്ളതാണ്. ഓക്കെ, എനിവേസ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം എന്ത് സംഭവിച്ചു, ഈ ഗ്യാസുകളെല്ലാം കണ്ടൻസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ലിക്വിഫൈ ചെയ്യാൻ തുടങ്ങി. അവിടെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന മോളിക്യൂൾസ് അല്ലേ, അത് എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്ത് സംഭവിച്ചു, ഗാലക്സികൾ ഉണ്ടായി. ഓക്കെ, എന്ത് ചെയ്തു, ഗ്യാസസ് സംഭവം ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ആയിരുന്നു, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കിടപ്പായിരുന്നു. അതിനകത്ത് കുറേ ഗ്യാസസ് ഉണ്ടായിരുന്നു. ഈ ഗ്യാസ് എല്ലാം തന്നെ എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായി മാറി, ഓരോ ഗാലക്സികളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ഗാലക്സി അങ്ങനെ എന്ത് സംഭവിച്ചു, യൂണിവേഴ്സിൽ ഒരുപാട് ഗാലക്സികൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് നമ്മളൊക്കെ ഒരു ഗ്യാസാണ്. ഓക്കെ, ഇൻ ദ സെൻസ് ദാറ്റ് എല്ലാം ഒരു ഗ്യാസ് ആയിരുന്നു അല്ലെ തുടക്കത്തിൽ. ഈ പറഞ്ഞ ജൂപ്പിറ്റർ പോലത്തെ പ്ലാനറ്റ്സ് ഒക്കെ ഇപ്പോഴും എന്താണ്, ദർ ഗ്യാസ് പ്ലാനറ്റ്സ്, ദർ ഗ്യാസ് ജയൻസ് എന്നാണ് അവരെ വിളിക്കുക. അവർ ഗ്യാസസ് ആണ് ടെക്നിക്കലി, റൈറ്റ്. സോ നമ്മളൊക്കെ ഗ്യാസസ് തന്നെയായിരുന്നു നമ്മളെ ഭൂമിയൊക്കെ. പക്ഷെ പിന്നീട് എന്താ ചെയ്തത്, സോളിഡിഫൈ ആവാണ് ചെയ്തത്. അതായത് കണ്ടൻസ് ചെയ്തിട്ട് ഗ്യാസുകൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് കണ്ടൻസ് ചെയ്ത് സോളിഡൈസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. എനിവേസ് അങ്ങനെ നമ്മുടെ ഗാലക്സീസ് ഒക്കെ ഉണ്ടായി. പിന്നെ സോളാർ സിസ്റ്റം ഉണ്ടായി. സോളാർ സിസ്റ്റത്തിൽ മിൽക്കി വേ ഗാലക്സി ഉണ്ടായി. ആൻഡ് നമ്മുടെ ഫൈനലി ആരുണ്ടായി, നമ്മളെ എർത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ 20 ബില്യൺ ഇയേഴ്സ് മുമ്പാണ് നമ്മുടെ യൂണിവേഴ്സ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഭൂമി എപ്പോഴാണ് ഉണ്ടായത്? ഇതൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്. ബിഗ് ബാങ് നടക്കുന്നു ആൻഡ് ഇത് യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു ഫിഗറിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താ ഉണ്ടായത്, എർത്ത് എപ്പോഴാണ് ഉണ്ടായത്, 4.5 ബില്യൺ ഇയേഴ്സ് ബാക്ക്. അപ്പോൾ 20 ബില്യൺ ഇയേഴ്സ് മുമ്പ് എന്ത് സംഭവിച്ചു, 20 ബില്യൺ ഇയേഴ്സ് മുമ്പ് യൂണിവേഴ്സ് ഉണ്ടായി. ആരുണ്ടായി, യൂണിവേഴ്സ് ഉണ്ടായി. ഓക്കെ, ഫൈൻ. 4.5 ബില്യൺ ഇയേഴ്സ് പിന്നെ ആരുണ്ടായി, എർത്ത് ഉണ്ടായി, റൈറ്റ്. 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പേ എർത്ത് ഉണ്ടായി. അപ്പോൾ അങ്ങനെ എർത്ത് ഉണ്ടായ സമയത്ത് ഒരു അറ്റ്മോസ്ഫിയർ എർത്തിന് ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്കറിയാം, എർത്തിന് ചുറ്റും എർത്തിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. പക്ഷേ ഇവിടെ അന്ന് എന്തുണ്ടായിരുന്നില്ല, ഒരു അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ഓസോൺ ലെയറോ ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓസോൺ ലെയർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ അതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ലെവലിൽ എത്തിച്ചത്. നമ്മളിങ്ങനെ നിൽക്കുന്ന എന്തുകൊണ്ടാണ്, മേലെ ഓസോൺ ലെയർ ഉള്ളതുകൊണ്ടാണ്, ഓസോൺ പാളി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്, റൈറ്റ്. പക്ഷെ അന്ന് എന്തുണ്ടായിരുന്നില്ല, അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജീവൻ എന്നുണ്ടോ, ഇല്ല. ഭൂമി ഉണ്ടായ സമയത്ത് 4.5 ബില്യൺ വർഷം മുമ്പേ ജീവനും ഇല്ല, അന്ന് ലൈഫും ഇല്ല. ഓക്കെ, ലൈഫ് എങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുന്നതാണല്ലോ നമ്മൾ നോക്കുന്നത്. അന്ന് അറ്റ്മോസ്ഫിയർ ഇല്ലായിരുന്നു. എന്തായിരുന്നു ഉണ്ടായിരുന്നത്, ഭൂമിയിൽ ആകെ ഉണ്ടായിരുന്നത് വാട്ടർ വേപ്പർ, അതേപോലെ തന്നെ മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ്, അമോണിയ. ആ വാട്ടർ വേപ്പർ എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തില്ലടാ, നിങ്ങളിപ്പോൾ ചിന്തിക്കുമായിരിക്കും, വെള്ളം ചൂടായാലല്ലേ വേപ്പർ ഉണ്ടാകുള്ളൂ, അപ്പോൾ ആദ്യമേ വെള്ളം ഉണ്ടായിരുന്നിരിക്കണം എന്ന് ചിന്തിക്കരുത് കേട്ടോ. ഇത് വാട്ടർ വേപ്പർ ഇൻ ദ സെൻസ് വെള്ളം ചൂടായി ഉണ്ടായ വേപ്പർ എന്നുള്ളൊരു അർത്ഥത്തിലല്ല.
ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഉണ്ടായിരുന്നത് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും അമോണിയും ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് പോലുള്ള ഹൈഡ്രജൻ ഹീലിയം ഗ്യാസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? ഈ UV റേസ് ഉണ്ടല്ലോ, സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാ വയലറ്റ് രശ്മികൾ, UV റേസ്. ഈ UV റേസ് എന്ത് സംഭവിച്ചു? സൂര്യനിൽ നിന്ന് വരുന്ന UV റേസ് വെള്ളത്തിനെ എന്ത് ചെയ്തു? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഈ അങ്ങനെ പറയുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഹൈഡ്രജൻ ഓക്സിജൻ പോലത്തെ ഗ്യാസസ് എന്തായാലും നിങ്ങൾക്ക് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടെന്ന് അറിയാലോ. അതേപോലെ തന്നെ UV റേസിൽ നിന്ന് എന്ത് ചെയ്തു? മോയ്സ്ചർ ഒക്കെ ഉണ്ടാവില്ലേ, മോയ്സ്ചർ, അതൊക്കെ എന്ത് ചെയ്തു? ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഹൈഡ്രജൻ ഓക്സിജനും ആയി എന്നുള്ളതാണ്. ഈ ഓക്സിജൻ പിന്നെ അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്തു. ഓക്കെ, എന്താണ് അമോണിയ? എടാ ഇതല്ലടാ ഓക്സിജൻ, ഇതല്ലടാ അമോണിയ, NH3 അല്ലേ അമോണിയ. ഇതിനും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആസ് എ റിസൾട്ട് നമുക്ക് H2O, നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ വെള്ളം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയത് എങ്ങനെയാണ്? ഓക്സിജൻ ഗ്യാസും അമോണിയ ഗ്യാസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? H2O കിട്ടുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? വാട്ടർ കിട്ടിയത്, അതുപോലെ തന്നെ CO2 കിട്ടിയത്, കാർബൺ ഡൈ ഓക്സൈഡും പല പല ഗ്യാസസ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? ഈ പറഞ്ഞ ഓക്സിജനും അമോണിയയും കമ്പൈൻ ചെയ്തിട്ടാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഓക്സിജനും അമോണിയ മാത്രമല്ല, ഓക്സിജൻ മീഥേൻ. നിങ്ങൾ വിചാരിക്കും ഓക്സിജൻ അമോണിയ കമ്പൈൻ ചെയ്ത് എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുക? ഇവിടെ കാർബൺ, ശരിയാണ്, ഇവിടെ കാർബൺ ഇല്ല. പക്ഷെ ഞാൻ ഒരു റിയാക്ഷൻ കൂടെ കാണിച്ചു തരാം. ഓക്സിജനും മീഥേനും CH4, ഓക്കെ, മീഥേൻ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കൂടെ? കാരണം CO ഉണ്ട്, O2 ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവാം, CO2 ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഓക്സിജൻ അമോണിയായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് H2 ഉണ്ടായി, ഓക്സിജൻ മീഥേനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് CO2, അങ്ങനെ പല ഗ്യാസസ് ഉണ്ടാവുകയാണ് ചെയ്തത്. ഓക്കെ, ഗ്യാസുകളാണ് ഫോം ചെയ്യുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? ഓക്സിജൻ ഉണ്ടല്ലോ, O3 ആണല്ലോ ഓസോൺ. എടാ ഓസോൺ എന്ന് പറഞ്ഞാൽ എന്താടാ? ബേസിക്കലി ഓസോൺ എന്ന് പറഞ്ഞാൽ 3 ഓക്സിജൻ മോളിക്യൂൾ ഒരുമിച്ച് നിൽക്കുന്നതിനാണ് ഓസോൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 3 ഓക്സിജൻ ഒരുമിച്ച് നിന്ന് ഓസോൺ ലെയർ ഉണ്ടായി. ആ ഓസോൺ ലെയർ കൂടി ചെയ്യുന്നതുകൊണ്ട് അനുസരിച്ച് എന്ത് സംഭവിച്ചു? വാട്ടർ വേപ്പർ എന്തായി? വെള്ളമായിട്ട് താഴോട്ട് വീഴാൻ തുടങ്ങി. അല്ല, അറ്റ്മോസ്ഫിയർ തണുക്കുന്നതിനനുസരിച്ച് വെള്ളമായിട്ട് താഴോട്ട് വീഴാൻ തുടങ്ങി. നമ്മളതിനെ മഴ എന്ന് വിളിച്ചു. അങ്ങനെ ഭൂമിയിൽ ഉണ്ടായിരുന്ന കുഴികൾ, റൈറ്റ്, വലിയ വലിയ കുഴികൾ, വലിയ വലിയ ഗർത്തങ്ങളൊക്കെ ഈ മഴ കൊണ്ട് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. അങ്ങനെ വലിയ ഡിപ്രഷൻസ് എല്ലാം തന്നെ ഫില്ല് ചെയ്തിട്ടാണ് എന്ത് സംഭവിച്ചത്? ഓഷ്യൻ അല്ലെങ്കിൽ കടൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഭൂമി ഉണ്ടായ സമയത്ത് നിങ്ങളിപ്പോൾ കാണുന്ന കടൽ, ഓക്കെ, നമ്മൾ ഇരുന്ന് കാണുന്ന ബീച്ചല്ല ഞാൻ പറഞ്ഞത്, ദി ഓഷ്യൻ, അത്ര വലിയ വലിയ ഓഷ്യൻ. നമുക്കിപ്പോൾ പോലും ഓഷ്യൻ്റെ ഏറ്റവും താഴെ വരെ പോകാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഓഷ്യൻ്റെ ഏറ്റവും ഡെപ്തിൽ ഏറ്റവും താഴെ വരെ പോകാൻ നമുക്ക് ഒരു തരത്തിലും പറ്റിയിട്ടില്ല. ഓഷ്യൻ എത്രയോ അൺഎക്സ്പ്ലോർഡ് ആയിട്ട് കിടക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അത്രയും വലിയ ഗർത്തങ്ങളായിരുന്നു അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ മഴ കൊണ്ട് നിറയുകയാണ് ചെയ്തത്. അപ്പോൾ എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടാവണമെന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ചിന്തിക്കണം കേട്ടോ. എനിവേസ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഗ്യാസുകളൊക്കെ ഉണ്ടായി അല്ലേ? ഭൂമി ഇങ്ങനെയായിരുന്നു ഫസ്റ്റ്. ഇറ്റ് മോൾട്ടൺ സ്റ്റേറ്റ്, കത്തി ജ്വലിക്കുന്ന ഒരു സ്റ്റേറ്റിലായിരുന്നു, അല്ലെ? ഒരു ലാവയൊക്കെ ഉള്ള ഫുൾ വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റിലായിരുന്നു ഭൂമി ആദ്യം. പക്ഷെ ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെയാണ്? അല്ലേ? നല്ല നല്ല വെള്ളവും അറ്റ്മോസ്ഫിയറും കണ്ടോ, അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള ഒരു അടിപൊളി ഭൂമി അല്ലേ? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഓൺ. ഇത് ഫസ്റ്റ് ഭൂമി ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ 4.5 ബില്യൺ വർഷങ്ങൾ മുമ്പ് ഭൂമി ഉണ്ടായി. അപ്പം ലൈഫ് എപ്പോൾ ഉണ്ടായി? ലൈഫ് ഉണ്ടായത് 500 മില്യൺ വർഷങ്ങൾ ശേഷമാണ്. അതായത് ഭൂമി ഉണ്ടായതിന് 500 മില്യൺ വർഷം ശേഷം. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, 4.5 ബില്യൺ വർഷം മുന്നേ ഏർത്ത് ഉണ്ടായെന്ന് ഞാൻ എഴുതിയില്ലേ? ഓക്കെ, ഏർത്ത് ഉണ്ടായി, ഫൈൻ. അതേപോലെ തന്നെ ഭൂമി ഉണ്ടായത് 4.5 വർഷം മുമ്പെയാണ്, ഫൈൻ. അതേപോലെ ഇതെപ്പോൾ ഉണ്ടായത്? ലൈഫ് 4 ബില്യൺ വർഷം മുമ്പെയാണ്. എപ്പോഴാണ്? 4 ബില്യൺ. ഓക്കെ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 0.5 നോക്കിയാൽ മതി. 4 ബില്യൺ വർഷം മുമ്പാണ് ലൈഫ് ഭൂമിയിൽ ഒറിജിനേറ്റ് ചെയ്തതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ 4.5 ബില്യൺ വർഷം മുന്നേ ഏർത്തും 4 ബില്യൺ വർഷം മുന്നേ ലൈഫും ഉണ്ടായി കേട്ടോ. അപ്പോൾ 0.5 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 500 മില്യൺ. അപ്പം അങ്ങനെയാണ് 500 മില്യൺ വർഷത്തിന് ശേഷം ലൈഫ് ഉണ്ടായി എന്ന് പറഞ്ഞത്. ഈ ലൈഫ് എങ്ങനെ ഉണ്ടായി? എടാ, അതാണല്ലോ നമ്മുടെ ചോദ്യം. ലൈഫ് എവിടെ നിന്ന് വന്നു? അങ്ങ് പുറത്തുനിന്ന് വന്നതാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം പല സയന്റിസ്റ്റുകളുടെ മനസ്സിലും പണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പല പല തിയറീസ് അതിനെ സംബന്ധിച്ച് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കുറച്ചൊന്ന് ഗൗരവത്തിലേക്ക് ആവുന്നത്. ഇതുവരെ ഉള്ളത് നിങ്ങൾക്ക് ഒരു ബേസ് സെറ്റ് തന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വേമയം പോയത്. ഇനിയുള്ളതാണ് കുറച്ചും കൂടെ കാര്യഗൗരവമുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് തിയറീസ് ആണ്. അപ്പം ലൈഫ് എവിടെ നിന്ന് വന്നു? പുറത്തുനിന്ന് വന്നതാണോ? ഔട്ടർ സ്പേസിൽ നിന്ന് വന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ട് പല സയന്റിസ്റ്റുകളും മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ പല ഐഡിയാസ് ഉള്ള ആൾക്കാർ അല്ലേ, അവരെന്ത് ചെയ്തു? മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഫിലോസഫേഴ്സ് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ തിയറി ഏതാണ്? പാൻസ്പെർമിയ തിയറി. എന്താണ് പാൻസ്പെർമിയ തിയറി? എന്താ പാൻസ്പെർമിയ തിയറി പറയുന്നത്? സ്പേസിൽ നിന്ന്, ഓക്കെ, നമ്മുടെ സ്പേസ്,
നമ്മൾ ഔട്ടർ സ്പേസ്, ഓക്കെ, നമ്മുടെ ഭൂമിയല്ല, മിൽക്കി വേ ഗാലക്സി അല്ല, യൂണിവേഴ്സ്, ആ ഒരു സ്പേസിൽ നിന്ന് സ്പോറുകൾ, ജീവന്റെ അല്ലെങ്കിൽ ജീവകണങ്ങൾ അല്ലെങ്കിൽ സ്പോറുകൾ ആരോ ഭൂമിയിൽ കൊണ്ടിട്ടു, അല്ലെങ്കിൽ എങ്ങനെയോ സ്പോറുകൾ ഭൂമിയിലെത്തി. അങ്ങനെയാണ് ആ സ്പോറുകൾ പൊട്ടി മുളച്ചിട്ടാണ് ലൈഫ് ഉണ്ടായത് എന്നാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. സോ അക്കോർഡിംഗ് ടു പാൻസ്പെർമിയ തിയറി, ഇത് ഗ്രീക്ക് തിങ്കേഴ്സ് ആണ് ഇത് കൊണ്ടുവന്നത്. ഏർലി ഗ്രീക്ക് തിങ്കേഴ്സ് അവരെന്ന് പറഞ്ഞു, യൂണിറ്റ്സ് ഓഫ് ലൈഫ് കോൾഡ് സ്പോർസ് വെയർ ട്രാൻസ്ഫർ ടു ഡിഫറെൻറ്റ് പ്ലാനറ്റ്സ് ഇൻക്ലൂഡിങ് എർത്ത്. പല പ്ലാനറ്റുകളിലേക്ക് സ്പോർസ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടപ്പോൾ ഭൂമിയിലേക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു, അത് പൊട്ടിമുളച്ച് ലൈഫ് ഉണ്ടായി. ഇതാണ് പാൻസ്പെർമിയ തിയറി പറയുന്നത്. ഓക്കെ, വാട്ട് ഡു യു ഗൈസ് തിങ്ക്? എങ്ങനെയായിരിക്കുമോ ലൈഫ് ഉണ്ടായത്? ഇത് പല ഒപ്പീനിയൻസ് ഉണ്ട് കേട്ടോ. ഈ ചാപ്റ്റർ എന്ന് പറയുന്ന സമയത്ത് അതും കൂടെ ഞാൻ പറയാം. ലെറ്റ് മീ ഗിവ് യു എ ഡിസ്ക്ലെയിമർ ഇൻ ദ ബിഗിനിങ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കേണ്ടി വരുമായിരിക്കും. ഓക്കെ, എന്ന് കരുതി ഞാൻ എന്താ പറയുക ഒരു ഏത്തിസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിലല്ല. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ NCERT-നകത്തുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രൂവ്ഡ് ആയിട്ടുള്ള സയൻസ് ആണ്. ഓക്കെ, ഐ എം ടീച്ചിങ് യു സയൻസ് ഹിയർ. ആൻഡ് ഈ സയൻസ് കൊണ്ട് ഞാൻ മറ്റൊന്നിനെയും നിന്ദിക്കണമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റെന്തും തെറ്റാണ് എന്നോ ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഇത് ശരിയാണ്. And that is one thing that I can assure you, കാരണം ഇത് പ്രൂവ്ഡ് ആണ്. This is scientifically proved. It has evidences ഒത്തിരി പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. പല പാലന്റോളജിക്കൽ എംബ്രിയോളജിക്കൽ പല എവിഡൻസസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ വൃത്തിക്ക് തെളിവ് സഹിതം തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ ചാപ്റ്ററിൽ പറയുന്നത്. സോ ഇത് ശരിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ വിവേകത്തിനനുസരിച്ച് തീരുമാനിക്കാം. ഓക്കെ, സോ ആദ്യമേ ഡിസ്ക്ലെയിമർ ആണ്, റൈറ്റ്? നിങ്ങൾ വേറെ പ്രശ്നത്തിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. സയൻസ് ആണ് പഠിക്കുന്നത്, സയൻസ് വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, ബിക്കോസ് ദിസ് ഇസ് ദ ട്രൂത്ത്. ആൻഡ് ഇത് എത്രത്തോളം വേഗം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നിങ്ങൾ സത്യത്തിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ പാൻസ്പെർമിയ തിയറി ഞാൻ പറഞ്ഞു. അടുത്തത് എന്താ? തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. സ്പോണ്ടേനിയസ് എന്നാൽ പെട്ടെന്ന് പൊട്ടി മുളയ്ക്കാന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ, ഈ തിയറി വെച്ചിട്ട് എന്താണെന്ന് അറിയോ പറയുന്നത്? ഈ വേസ്റ്റ് മെറ്റീരിയൽ ഇല്ലേ, അതായത് ഡീക്കേയിങ്, ഡെഡ് ആൻഡ് ഡീക്കേയിങ് റോട്ടിങ് മാറ്റർ ഇല്ലേ, അതായത് സ്ട്രോ, അതേപോലെ തന്നെ മഡ്, ചളിയിൽ നിന്നൊക്കെ ലൈഫ് ഉത്ഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനിൽ പറയുന്നത്. അതായത് ജീവനില്ലാത്ത ചളിക്ക് ജീവൻ ഉണ്ടോടാ? ഇല്ലല്ലോടാ. ചളി എന്ന് പറഞ്ഞാൽ എന്താ? മഡല്ലേ. അപ്പോൾ അതിൽ ജീവൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് പെട്ടെന്ന് ജീവനുള്ള വസ്തു ഉത്ഭവിച്ചു എന്നാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ പറയുന്നത്. അപ്പോൾ രണ്ട് തിയറി പഠിച്ചു, പാൻസ്പെർമിയ തിയറിയും പഠിച്ചു, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ പഠിച്ചു. ഈ തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ മണ്ടത്തരാണെന്ന് പറഞ്ഞിട്ട് വേറൊരാൾ വന്നു. ആരാ വന്നത്? ലൂയി പാസ്ചർ അല്ലെ ലൂയിസ് പാസ്ചർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും പേര്. പാസ്ചറൈസേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ലൂയി പാസ്ചർ അങ്ങേര് എന്താ പറഞ്ഞത്? അങ്ങേര് പറഞ്ഞു ലൈഫ് ഉത്ഭവിക്കുന്നത് എപ്പോഴും പ്രീ എക്സിസ്റ്റിംഗ് ലൈഫിൽ നിന്നാണ്. അതായത് മുമ്പുള്ള ലൈഫിൽ നിന്നേ ലൈഫ് ഉത്ഭവിക്കുള്ളൂ, അല്ലാണ്ട് ഒരിക്കലും ചളിയിൽ നിന്നോ സ്ട്രോയിൽ നിന്നോ ഒന്നും ലൈഫ് ഉത്ഭവിക്കത്തില്ല. എന്ത് ചെയ്യും? വൈക്കോൽ, സ്ട്രോ എന്ന് പറഞ്ഞാൽ വൈക്കോലാണ്. വൈക്കോൽ നിന്ന് മീൻസ് വൈക്കോൽ ഇൻ ദ സെൻസ് ദാറ്റ് നിങ്ങളിപ്പോൾ കാണുന്ന ചെടീൻ്റെ വൈക്കോലല്ല പറയുന്നത് കേട്ടോ, അന്നുള്ള നോൺ ലിവിങ് സ്റ്റഫ് എന്നുള്ള അർത്ഥമാണ്. അപ്പം അങ്ങനെ നോൺ ലിവിങ് സ്റ്റഫിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ലിവിങ് ബീങ്സ് ഉത്ഭവിക്കത്തില്ല. ലിവിങ് ബീങ്സ് ഉത്ഭവിക്കുന്നത് എപ്പോഴും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ലിവിങ് തിങ്സിൽ നിന്നായിരിക്കും എന്നാണ് ലൂയി പാസ്ചർ പറഞ്ഞത്. ലൈഫ് കംസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ്. ഇതാണ് ലൂയി പാസ്ചർ പറഞ്ഞത്. അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി തന്നെ എന്ത് ചെയ്തു? നമ്മുടെ ഏത് തിയറിയാണ്? തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ വാസ് കംപ്ലീറ്റ്ലി ഡിസ്മിസ്ഡ്. ഏത്? ഈ ലൂയി പാസ്ചർ തെളിയിച്ചതോടുകൂടി. ആൻഡ് ലൂയി പാസ്ചറിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വെറുതെ വന്ന് പറയാൻ പറ്റുമോ ലൈഫ് എക്സിസ്റ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്ന്? ഇല്ല. കാരണം എന്താ? ഓൾറെഡി വിശ്വസിക്കപ്പെടുന്ന ഒരു സാധനമാണ് തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ. അപ്പോൾ ഒരു സാധനം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സാധനം ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തെളിവുകൾ കൊണ്ടുവരണം. ലൂയി പാസ്ചർ തെളിവുകൾ കൊണ്ടുവന്നു. എന്താ ലൂയി പാസ്ചർ ചെയ്തത്? ലൂയി പാസ്ചർ 2 ഫ്ലാസ്ക് എടുത്തു. ഓക്കെ, ഇത് ആദ്യത്തെ ഫ്ലാസ്ക്, ഇത് രണ്ടാമത്തെ ഫ്ലാസ്ക്. ഈ ഫ്ലാസ്ക് പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തു. അതായത് പ്രോപ്പറായിട്ട് ഇതിനകത്തുള്ള മൈക്രോബുകൾ, ഇതിനകത്തുള്ള ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്താവട്ടെ. ലൂയി പാസ്ചർ അന്ന് പണ്ട് കാലത്താണോ ചെയ്യുന്നത്? അല്ല, ലൂയി പാസ്ചർ ഇപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, ലൂയി പാസ്ചർ ഈ അടുത്താണ് ചെയ്തത്. ഓക്കെ, ഈ കാലഘട്ടത്തിലാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എയറിൽ എന്തുണ്ട്? മൈക്രോബ്സ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആര് ഒഴിവാക്കി? നമ്മളെ ലൂയി പാസ്ചർ ഒഴിവാക്കി. അപ്പോൾ ഒരു ഫ്ലാസ്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തു, എന്നിട്ട് അടച്ചു വെച്ചു. ഓക്കെ, ടോട്ടലി സ്റ്റെറിലൈസ് ചെയ്തു. ഇതിൽ നോ ജേംസ്. ഓക്കെ, 0% ജേംസ് ആണ്, അല്ലെ 0% ലൈഫാണ്. ഈ ഫ്ലാസ്കിൽ ഒരു തരത്തിലുള്ള ലൈഫും ഇല്ല. ഓക്കെ, കുറച്ച് ചളി സംഭവങ്ങൾ എന്ത് ചെയ്തു? ലൂയി പാസ്ചർ ഇവിടെ വാരിയിട്ടു. ഓക്കെ, പ്രീ സ്റ്റെറിലൈസ് ചെയ്തു. അല്ലെങ്കിൽ ഈസ്റ്റ്, ബേസിക്കലി ചളിയല്ല, ഈസ്റ്റാണ് ഇട്ടത്. ഓക്കെ, കാരണം ഇപ്പാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ചളി ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഈസ്റ്റ് ഇട്ടു. പക്ഷെ എങ്ങനത്തെ ഈസ്റ്റ് ഇട്ടത്?
ചത്ത ഈസ്റ്റിനാണ് ഇട്ടത്. ഓക്കെ, അപ്പം 0% ലൈഫാണ് ഈ ഫ്ലാസ്കിനകത്തുള്ളത്. കൂടെ ആരിട്ടു നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, കിൽഡ് ഈസ്റ്റ് ആണ് ഇട്ടത്. ഒരിക്കലും ജീവനുള്ള ഈസ്റ്റിനെ അല്ല ഇട്ടത്, കിൽഡ് ഈസ്റ്റിനെയാണ് ഇട്ടത്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ, ഫംഗസ് ആണ്. കിൽഡ് ഈസ്റ്റിനാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ ഫ്ലാസ്കിൽ ഇട്ടത്. രണ്ടാമത്തെ ഫ്ലാസ്കിന്റെ സിറ്റുവേഷൻ എന്താ? രണ്ടാമത്തെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെറിലൈസ് ഒന്നും ചെയ്തിട്ടില്ല, എയർ സർക്കുലേഷൻ ഉണ്ട്, അടച്ചു വെച്ചിട്ടില്ല. സോ മലിനമായ എയർ, അതായത് മലിനം ഇൻ ദ സെൻസ് ദാറ്റ് ബാക്ടീരിയാസും എന്താ പറയുക ഈ പറഞ്ഞ വൈറസുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഒബ്വിയസ്ലി ഇതിനകത്ത് ലൈഫ് ഉണ്ട് അല്ലെ, ലൈഫിന്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തു, എന്താ പറയുക, ഇതിലും കിൽഡ് ഈസ്റ്റ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്, സെയിം സാധനം തന്നെ ഇട്ടു. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഇത് സ്റ്റെറിലൈസ്ഡ് ആണ്, ഇത് ക്ലോസ്ഡ് ആണ്, ഇത് ലൈഫില്ല, അതിൽ ലൈഫുണ്ട്. എന്നിട്ട് ഇതിൽ രണ്ടിനെ അയാൾ ഒബ്സർവ് ചെയ്തു. അങ്ങനെ ഒബ്സർവ് ചെയ്ത സമയത്ത് അയാൾക്ക് മനസ്സിലായി എന്ത്, ഇതിനകത്തുനിന്ന് പുതിയ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയ ഈസ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തുനിന്ന് പുതിയ ഈസ്റ്റ് ഒറിജിനേറ്റ് ചെയ്യുന്നില്ല. വിച്ച് മീൻസ് ഒരു തരത്തിലുള്ള ലൈഫും ഒരു തരത്തിലുള്ള ജീവനും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ, ജീവനില്ലാത്ത ഒരു സാധനത്തിൽ നിന്ന് ഒരിക്കലും ലൈഫ് ഉത്ഭവിക്കത്തില്ല. ഓക്കെ, അതായത് ഒരു തരത്തിലുള്ള ലൈഫും ഇല്ലെങ്കിൽ അവിടെ പുതിയ ലൈഫ് എന്ത് ചെയ്യില്ല, ഉത്ഭവിക്കില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി എന്താ പറയുക, ഇവിടെ മൈക്രോബ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് ലൈഫ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ലൈഫ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ലൈഫ് ഉത്ഭവിക്കും എന്നാണ് ആര് തെളിയിച്ചത്, ലൂയി പാസ്റ്റർ തെളിയിച്ചത്. അങ്ങനെ നമുക്ക് ആ ഒരു തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ അവിടെ ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, പക്ഷെ എന്നാലും ഇതിൽ നിന്ന് ഫസ്റ്റ് ലൈഫ് എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ. എടാ, ഓൾറെഡി ഉള്ള ലൈഫിൽ നിന്ന് മാത്രമേ ലൈഫ് ഉത്ഭവിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇത് ഓൾറെഡി ഉള്ള ലൈഫ് എവിടുന്ന് വന്നു എന്ന് ലൂയി പാസ്റ്ററിന് പറയാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അത് ആര് പറഞ്ഞു, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്നും ഇല്ല കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ലൂയി പാസ്റ്ററിന്റെ ഗ്രോത്ത് തന്നെയാണ്. ഇത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് ഫ്ലാസ്ക് ആണ്. അങ്ങനെ ആ സിറ്റുവേഷനിൽ ഗ്രോത്ത് ഒന്നും തന്നെ അയാൾ കണ്ടില്ല. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ സ്റ്റെറിലൈസ്ഡ് അല്ലാത്ത ഒരു മീഡിയത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഗ്രോത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ലൂയി പാസ്റ്ററിന്റെ ആ ഒരു ഇതിന്റെ എക്സ്പെരിമെന്റിന്റെ പിക്ചർ ആയിരുന്നു. അടുത്തത് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ആണ്. ഇവിടെയാണ് നിങ്ങളെ കാര്യങ്ങൾ വളരെ 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 സീരിയസ് ആകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറ്റേത് മൂന്നും നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിലും, മറ്റേത് രണ്ടും മൂന്നും നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിലും ഇത് മറന്നു പോരുത്. ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് മറന്നു പോരുത്. ഈ തിയറി പ്രൂവ് ചെയ്ത ആളുണ്ട്, അയാളുടെ പേര് മറന്നു പോരുത്. അയാളുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മറന്നു പോരുത്. അയാളുടെ എക്സ്പെരിമെന്റ് എന്തായിരുന്നു എന്ന് മറന്നു പോരുത്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. ഓക്കെ, എക്സാമിന് ചോദിക്കും എന്നുള്ളതിനുപരി ഒരു ടേണിംഗ് പോയിന്റ് ആണിത് എവല്യൂഷനെ സംബന്ധിച്ചിടത്തോളം. എന്താ എവല്യൂഷൻ ഈ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്താ പറയുന്നത്, പേര് തന്നെ ഉണ്ട് അല്ലേ, കെമിക്കൽ എവല്യൂഷൻ. അത് ലൈഫ് എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റിയ തിയറിയാണ് ഈ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇത് ആരാ ഇതിന്റെ പ്രൊപ്പണൻസ് ആരാ, ഓപ്പാരനും ഹാൽഡെയ്നും. ഒപ്പാരൻ ആൻഡ് ഹാൾഡെയ്ൻ, അങ്ങനെ ഇത് രണ്ട് ആൾക്കാരാട്ടോ. ഈ ഒപ്പാരനും ഹാൾഡെയ്നും ഇവരാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ കൊണ്ടുവരുന്നത്. ഇവരെന്താ പറഞ്ഞത്, ഇവർ പറഞ്ഞു ആദ്യത്തെ ലൈഫ്, ഏറ്റവും ആദ്യത്തെ ലൈഫ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് പറയുന്നത്, would have come from pre-existing non-living organic molecules like RNA, protein, etc. അതായത് നമ്മുടെ ഭൂമിയിനകത്ത് ഓൾറെഡി പ്രോട്ടീനുകൾ, അതുപോലത്തെ മാക്രോ മോളിക്യൂൾസ്, പ്രോട്ടീനുകൾ, RNA-കൾ. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി നൈട്രജനും ഹൈഡ്രജനും ഒക്കെ കൂടെയുള്ള കോമ്പൗണ്ടുകൾ തന്നെയല്ലേ. അതേപോലെ കാർബണുള്ള കോമ്പൗണ്ടുകളുണ്ട്, റൈറ്റ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ടുകളുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ജീവനുണ്ടോ, പ്രോട്ടീനിന് ജീവനുണ്ടോ, ഇല്ല. RNA-ക്ക് ജീവനുണ്ടോ, ഇല്ല. അതേപോലത്തെ മാക്രോമോളിക്യൂൾസിനൊക്കെ ജീവനുണ്ടോ, ഇല്ല. സോ ഇവർക്ക് ജീവനില്ലാത്ത കെമിക്കൽ മോളിക്യൂളുകളാണ് ഇവ, അല്ലെ, ജീവനില്ലാത്ത കെമിക്കൽ മോളിക്യൂൾസ് ആണ് ഈ പറഞ്ഞ RNA-യും പ്രോട്ടീൻസും ഒക്കെ. ഓക്കെ, കൂൾ. ഇങ്ങനത്തെ ജീവനില്ലാത്ത കെമിക്കൽ മോളിക്യൂൾസിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്ന് ആര് പറഞ്ഞു, ഒപ്പാരനും ഹാൽഡെയ്നും പറഞ്ഞു. ഇവർ പറഞ്ഞു കെമിക്കൽ എവല്യൂഷന് ശേഷം മാത്രം, അതായത് കെമിക്കൽസ് ഇവോൾവ് ചെയ്ത് അതായത് ചെറിയ ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ഗ്യാസുകളിൽ നിന്ന് എവല്യൂഷൻ നടന്ന് വലിയ വലിയ ഗ്യാസുകൾ, വലിയ മൈക്രോ മോളിക്യൂളുകൾ. ഓക്കെ, ഗ്യാസുകൾ മാത്രമല്ല, മോളിക്യൂളുകൾ, വലിയ മൈക്രോ മോളിക്യൂൾ, ചെറിയ മൈക്രോ മോളിക്യൂളുകൾ, വലിയ മാക്രോ മോളിക്യൂളുകൾ എല്ലാം തന്നെ ഉണ്ടാവുകയും അതിനുശേഷം മാത്രമാണ് ലൈഫ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇവിടെ വന്നത് എന്നും ആര് പറഞ്ഞു, ഒപ്പാരനും ഹാൾഡെയ്നും പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, അവരെന്ത് പറഞ്ഞു, ആൻഡ് ഈ ഒരു സംഭവം, ഈ ഒപ്പാരൻ ഹാൾഡെയ്ൻ പറഞ്ഞ കോൺസെപ്റ്റ്, ഇതാണ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഒപ്പാരൻ ഹാൾഡെയ്നും പറഞ്ഞു വെച്ച കാര്യമാണ്, അന്ന് ഭൂമിയിൽ ലൈഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ ആകെ ഉണ്ടായിരുന്നത് എന്തായിരുന്നു, അന്നത്തെ ഭൂമിയിലെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു, ടെമ്പറേച്ചർ വളരെ കൂടുതലായിരുന്നു, ഹൈ ടെമ്പറേച്ചർ ആയിരുന്നു. നമ്മൾ ഇപ്പോൾ ഉള്ള പോലത്തെ സിറ്റുവേഷൻ അല്ല, ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു. അതേപോലെ വോൾക്കാനിക് ഇറപ്ഷൻസ്, വോൾക്കാനിക് സ്റ്റോമുകൾ ഒക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതേപോലെ കെമിക്കൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്, നമ്മുടെ മീഥൈൻ, CH4, അതേപോലെ തന്നെ നമ്മുടെ അമോണിയ,
NH3, അമോണിയ NH3, CH4, മീത്തേൻ, ഇതേപോലത്തെ കോമ്പണൻസ്, ഹൈഡ്രജൻ, ഹീലിയം, ഓക്സിജൻ, ഇതൊക്കെ ആയിരുന്നു എന്തുണ്ടായിരുന്നത് അന്നത്തെ ഒരു എവിടെ ഉണ്ടായിരുന്നു അന്നത്തെ ഭൂമിയിലെ കണ്ടീഷൻസ് എന്നുകൂടെ ആര് പറഞ്ഞു വെച്ചു? ഒപ്പാരൻ ഹാൽഡെയ്ൻ പറഞ്ഞു വെച്ചു. ഇത്രയും ഒപ്പാരൻ ഹാൽഡെയ്ന് പറഞ്ഞു വെക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഒപ്പാരനും ഹാൽഡെയ്നും രണ്ട് ആൾക്കാർക്ക് പറഞ്ഞു വെക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊരു തെളിവും കൂടാതെ ആൾക്കാർ അങ്ങ് വിശ്വസിക്കുക. കാരണം പാൻസ്പെർമിയയിലും തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷനിലും അതേപോലെ അങ്ങനത്തെ തിയറീസിൽ വിശ്വസിച്ചിരിക്കുന്ന ആൾക്കാരായിരുന്നു. അപ്പോൾ അവരിത് വിശ്വസിക്കാൻ തയ്യാറാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല പണ്ടത്തെ ആൾക്കാർ. ഇപ്പോഴും ഈവൻ ഇത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ അതിൽ ഇടപെടുന്നില്ല. പക്ഷേ എന്താണ്, അന്നും ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാർക്ക്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തുകൊണ്ട് ഒരാൾ വന്നു. ആൻഡ് ഇതിൻ്റെ പ്രൂഫ് അല്ലെങ്കിൽ ഇത് പ്രൂവ് ചെയ്യുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയിരുന്നു. കാരണം ഇത് തെളിയിക്കപ്പെട്ടതോടുകൂടി ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റാണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആരാ തെളിയിച്ചത്? സ്റ്റാൻലി മില്ലർ. 1953 സ്റ്റാൻലി മില്ലർ അല്ലെങ്കിൽ SL മില്ലർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒപ്പാരൻ ഹാൽഡെയ്ൻ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പ്രൂവ് ചെയ്യുന്നത്. അതെങ്ങനെ പ്രൂവ് ചെയ്തു? അയാൾ അന്നുണ്ടായിരുന്ന ഭൂമിയുടെ കണ്ടീഷൻസ് അയാൾ ലാബിൽ മിമിക് ചെയ്തു. അതായത് അന്ന് ഭൂമിയിൽ എന്താണ് കണ്ടീഷൻസ് എന്ന് ഒപ്പാരൻ ഹാൽഡെയ്ൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ആ കണ്ടീഷൻസ് അതേപോലെ ലബോറട്ടറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചു? നമ്മളെ സ്റ്റാൻലി മില്ലർ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്തത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ലബോറട്ടറി സ്കെയിലിൽ അന്നത്തെ ഭൂമിയിലെ കണ്ടീഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അതെങ്ങനെയാണ് കൊണ്ടുവന്നത്? ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു ആദ്യം തന്നെ. കാരണം ആ സമയത്ത് വല്ലാതെ മഴ പെയ്യുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് മിന്നലുണ്ട്, ഇടിയുണ്ട്, അങ്ങനെ ഇടിയും മിന്നലും വലിയ തോതിൽ നടക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ മിന്നൽ വഴി ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ മിന്നൽ ഇപ്പം അയാൾക്ക് ലാബിൽ മിന്നൽ അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിൽ. അതേപോലെ എന്തൊക്കെയാണ് ക്ലോസ്ഡ് ഫ്ലാസ്കിന് അകത്തിട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പറഞ്ഞ ഓരോ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. CH4 മീത്തേൻ ഇട്ടു, കാരണം അന്ന് മീത്തേൻ ഉണ്ടായിരുന്നു. ഹൈഡ്രജൻ H2 ഇട്ടു, കാരണം അന്ന് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. അമോണിയ NH3 ഇട്ടു, കാരണം അന്ന് അമോണിയ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ഇട്ടു. ഇത്രയും സാധനങ്ങളാണ് ഇട്ടത്. എന്തൊക്കെയായിട്ടത്? CH4 ഇട്ടു, അമോണിയ ഇട്ടു, അതായത് മീഥേൻ ഇട്ടു, അമോണിയ ഇട്ടു, ഹൈഡ്രജൻ ഇട്ടു, വാട്ടർ വേപ്പർ ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ അയാൾ എന്ത് ചെയ്തു? 8000 ഡിഗ്രി സെൽഷ്യസ്, 8000, ഓക്കെ, നോട്ട് 80, നോട്ട് 800, ബട്ട് 8000 ഡിഗ്രി സെൽഷ്യസ് അയാൾ എന്ത് ചെയ്തു? കൊടുത്തു. അത്രയും ഹൈ ടെമ്പറേച്ചർ അയാൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് കൊടുത്തു. അതായത് അന്നത്തെ ഭൂമിയിലെ കണ്ടീഷൻസ് അയാൾ കൊടുത്തു. അങ്ങനെ കണ്ടീഷൻസ് കൊടുത്ത സമയത്ത് അയാൾ അത് ഒബ്സർവ് ചെയ്തപ്പോൾ, ഇത്രയും സാധനങ്ങൾ അയാൾ ഇട്ടുള്ളൂ കേട്ടോ, ഇത്രയും സാധനങ്ങൾ ഇട്ട് ഈ ഒരു കണ്ടീഷൻസ് കൊടുത്തപ്പം അയാൾ എന്ത് ഒബ്സർവ് ചെയ്തു? അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ഒബ്സർവ് ചെയ്തു. എന്താ അമിനോ ആസിഡുകൾ? പ്രോട്ടീൻസിന്റെ കോമ്പണൻസ് അല്ലേ അമിനോ ആസിഡുകൾ? അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടല്ലേ പ്രോട്ടീൻ ഉണ്ടായത്? അപ്പോൾ പ്രോട്ടീനിന്റെ സിംഗിൾ കോമ്പണന്റ് ആണ്, അല്ലെങ്കിൽ അമിനോ ആസിഡ് ഒരു മൈക്രോ മോളിക്യൂൾ ആണ്. ഇതൊരു അമിനോ ആസിഡ് ആണെന്ന് വിചാരിച്ചോ, ഇതൊരു അമിനോ ആസിഡ് ആണെന്ന് വിചാരിച്ചോ, ഇതൊക്കെ അമിനോ ആസിഡ്സ് ആണെന്ന് വിചാരിച്ചോ. ഇവരൊക്കെ എന്താണ്? മൈക്രോ മോളിക്യൂൾ ആണ്. ഇവർ കൂടി ചേർന്നിട്ട് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ആരുണ്ടാവുന്നത്? പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്. എനിവേസ്, ഇങ്ങനെ അമിനോ ആസിഡുകൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ആര് കണ്ടുപിടിക്കാൻ പറ്റി? സ്റ്റാൻലി മില്ലറിന് കണ്ടുപിടിക്കാൻ പറ്റി. ഫർദർ അയാൾ ഒബ്സർവ് ചെയ്തപ്പോൾ അയാൾക്ക് എന്ത് മനസ്സിലായി? ഇങ്ങനെ അയാളല്ല, വേറെ സയന്റിസ്റ്റുകൾ ഫർദർ ഇതേപോലത്തെ എക്സ്പെരിമെന്റ് നടത്തിയപ്പം അവർക്ക് എന്ത് മനസ്സിലായി? ഷുഗേഴ്സ്, അതായത് കാർബോഹൈഡ്രേറ്റ്സിന്റെ ഷുഗേഴ്സ്, റൈറ്റ്, ഗ്ലൂക്കോസ്, സൂക്രോസ്, ഫ്രക്ടോസ് പോലത്തെ ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, ഓക്കെ, നമ്മുടെ നൈട്രജൻ ബേസസ്, നമ്മുടെ DNA-യിലും RNA-യിലും കിടക്കുന്ന നൈട്രജൻ ബേസസ്, പിഗ്മെന്റുകൾ, ഫാറ്റുകൾ, ഇതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് എന്താണ് ലാഭം? എന്തെങ്കിലും ലാഭമുണ്ടോ? ഈ അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമല്ലടാ. നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം പ്രോട്ടീൻ അല്ലേ? പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ജീവൻ ഉള്ള വസ്തുവിലുള്ള പ്രോട്ടീൻ ഉണ്ടാവാനുള്ള അമിനോ ആസിഡുകൾ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതേപോലെ തന്നെ നൈട്രജൻ ബേസസ്, നമ്മുടെ DNA-യിലും RNA-യിലും കിടക്കുന്ന കഥാപാത്രമല്ലടാ നൈട്രജൻ ബേസസ്. ആ നമ്മുടെ ജനറ്റിക് മെറ്റീരിയലിലുള്ള നൈട്രജൻ ബേസസും അന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഈ എക്സ്പെരിമെന്റ് സഹായിച്ചു. അപ്പോൾ അന്ന് ഈ നൈട്രജൻ ബേസും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് അതൊക്കെ കൂടിച്ചേർന്ന് ഒരു ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ അധികം സമയം ആവശ്യമില്ല, അധികം കഷ്ടപ്പാടില്ല എന്ന് ഈ ഒരു പ്രൂഫ് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് ഈ പ്രൂഫിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും എവിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മനസ്സിലാക്കിയത്? കെമിക്കൽ എവല്യൂഷൻ അന്നത്തെ ആൾക്കാർ എന്ത് ചെയ്തു? ആക്സെപ്റ്റ് ചെയ്തു. കുറേ പേര് ആക്സെപ്റ്റ് ചെയ്തു, കുറേ പേര് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എനിവേസ് ഇത് വളരെ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ്, തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. കണ്ടുപിടിച്ചത് ഒപ്പാരൻ ആൻഡ് ഹാൽഡെയ്ൻ, പ്രൂവ് ചെയ്തത് സ്റ്റാൻലി മില്ലർ 1953. ഓക്കെ, ഇതിൻ്റെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ഫിഗർ ആണ്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിഗർ അല്ല ഗൈസ്. ഓക്കെ, NCERT ഫിഗർ ആണ്, ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, വെയിറ്റ്, ദിസ്
ഇത് തന്നെയാണ് NCERT ഫിഗർ. ഓക്കെ, ഇതിനാണ് NCERT ഫിഗർ. ഈ NCERT ഫിഗറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കാണുന്നത്? ഇവിടെ ഇതാണ് അയാളുടെ സെറ്റപ്പ്. ആരുടെ സെറ്റപ്പ്? നമ്മളെ സ്റ്റാൻലി മില്ലറിന്റെ സെറ്റപ്പ്. ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു, കാരണം ഇലക്ട്രിക് ചാർജ് കൊടുക്കണ്ടേ. അന്ന് മിന്നലുകളായിരുന്നു, ഇന്ന് മിന്നൽ പറ്റുന്നില്ല. അവിടെ ഇലക്ട്രോണുകൾ കൊടുത്തു. ലാബിൽ മിന്നൽ അടുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ഇലക്ട്രോണുകൾ വഴിയാണ് സ്പാർക്ക് ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഗ്യാസുകൾ, ഏതൊക്കെ ഗ്യാസുകളാണ്? ആദ്യ ഗ്യാസ് നമ്മളെ മീഥേൻ എന്ന് പറയുന്ന ഗ്യാസാണ്. രണ്ടാമത്തെ ഗ്യാസ് നമ്മളെ അമോണിയ എന്ന് പറയുന്ന ഗ്യാസാണ്. മൂന്നാമത്തത് വാട്ടർ വേപ്പർ, അല്ലെങ്കിൽ H2O തന്നെയാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. വാട്ടർ വേപ്പർ ആണ് കേട്ടോ, വെള്ളമല്ല. ഇതെല്ലാം ഗ്യാസുകളാണ്. ഓക്കെ, അപ്പൊ H2O എന്ന് പറയുന്നത് വാട്ടർ വേപ്പർ ആണ്. അതേപോലെ തന്നെ നാലാമത്തെ ഗ്യാസ് ഏതാണ്? H2 അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഈ 4 ഗ്യാസുകളായിരുന്നു അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 ഗ്യാസുകൾ അയാൾ എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്തു. അതേപോലെ വെള്ളത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു ഔട്ട്ലെറ്റ്, വാട്ടർ ഔട്ട്ലെറ്റ് പ്രൊവൈഡ് ചെയ്തു. ഈ കണ്ടൻസേഷന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻസർ പ്രൊവൈഡ് ചെയ്തു. വാട്ടർ ഇൻലെറ്റ് പ്രൊവൈഡ് ചെയ്തു. എന്താ അവർ ഉദ്ദേശിച്ചത്? ഇതിലൂടെ വെള്ളം കയറി കണ്ടൻസേഷൻ നടന്ന് വെള്ളത്തിന് പുറത്തേക്ക് പോകാനുള്ള ഒരു കണ്ടൻസറും ഒരു വാട്ടർ ഇൻലെറ്റും ഒരു വാട്ടർ ഔട്ട്ലെറ്റും അയാൾ എന്ത് ചെയ്തു? കൊടുത്തു. അങ്ങനെ കണ്ടൻസേഷന് ശേഷം ഇത് കണ്ടൻസ് ചെയ്യപ്പെടാത്ത വെള്ളമാണ് ഇങ്ങോട്ട് പോവുക. കണ്ടൻസ് ചെയ്യപ്പെട്ട വെള്ളം എന്ത് ചെയ്യും? ഡ്രോപ്പ് ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, ഈ വെള്ളത്തിന് പ്രത്യേകത എന്താ? ഇവിടുന്ന് ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റിയും ഗ്യാസുകളും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ കണ്ടൻസേഷൻ ഇവിടെയൊക്കെ ഗ്യാസ് അല്ലേ, ഈ ഗ്യാസുകൾ ഇങ്ങനെ വന്ന് കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാസ് ലിക്വിഡ് ആവുക, അതിന് കണ്ടൻസേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഗ്യാസുകൾ, ഓർഗാനിക് ഈ സംഭവങ്ങളൊക്കെ ഉള്ള ഗ്യാസുകൾ എന്ത് ചെയ്തു? കണ്ടൻസ് ചെയ്ത് വെള്ളത്തിന് തുള്ളിയായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഈ വെള്ളത്തിന് തുള്ളി, അതായത് ഇവിടെ വെള്ളം കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ വെള്ളം ഉണ്ട് കേട്ടോ. ഈ വെള്ളത്തിൻ്റെ തുള്ളികളായി ഒരുപാട് വെള്ളം ഫോം ചെയ്ത് തുടങ്ങി. ഈ വെള്ളം എടുത്തിട്ടാണ് അയാൾ എന്ത് ചെയ്തത്? അനലൈസ് ചെയ്തത്. കാരണം ഇവിടുന്ന് വരുന്ന സാധനം, ഇവിടുന്ന് ഉണ്ടായ സാധനങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള ഗ്യാസുകളുടെ അകത്തുനിന്ന് ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടായി? ഇവിടെ അമിനോ ആസിഡ് ഉണ്ടായി, ഷുഗർ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ? അതെങ്ങനെ മനസ്സിലായി? അമിനോ ആസിഡ് ഉണ്ടായി എങ്ങനെ മനസ്സിലായി? അതിങ്ങനെ വെള്ളമായിട്ട് കളക്ട് ചെയ്ത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ് അനലൈസ് ചെയ്തിട്ടാണ് അയാൾക്ക് അമിനോ ആസിഡ് ഉണ്ടായിരുന്നത് എന്ത് ചെയ്തത്? മനസ്സിലായത്. അതുപോലെ നമ്മുടെ വാക്യൂം സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ സ്റ്റാൻലി മില്ലറിന്റെ സെറ്റപ്പിൽ ഉണ്ടായിരുന്നത്. ഈ 4 ഗ്യാസുകളുടെ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇത്രയാണ് സ്റ്റാൻലി മില്ലറിന്റെ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹീറോ. റൈറ്റ്, ഇതാണ് സ്റ്റാൻലി മില്ലർ കേട്ടോ. സ്റ്റാൻലി മില്ലറാണ് പ്രൂവ് ചെയ്തത്. ഇതാണ് സ്റ്റാൻലി മില്ലർ. ഇപ്പോഴത്തെ ഫോട്ടോ ആണ് കേട്ടോ. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ അങ്ങനെ വയസ്സായപ്പോഴുള്ള ഫോട്ടോ ആണ്. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ അപ്പോൾ നമ്മൾ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ പഠിച്ചു. അപ്പോൾ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ വന്നു, ഫൈൻ. നമുക്ക് മനസ്സിലായി എന്ത്? നോൺ ലിവിങ് ആയിട്ടുള്ള കെമിക്കലുകളിൽ നിന്നാണ് ലൈഫ് ഒറിജിനേറ്റ് എന്ന് മനസ്സിലായി. എന്നാലും നമുക്ക് ഫസ്റ്റ് ലൈഫ് ഏതാണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. എന്നാലും നമുക്ക് എന്ത് മനസ്സിലായില്ല? ഫസ്റ്റ് ക്യാപ്സ്യൂൾ ഓഫ് ലൈഫ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ നോൺ സെല്ലുലാർ ഫോമുകൾ, അതായത് ഇപ്പോൾ നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് സെൽസ് ഉപയോഗിച്ചിട്ടാണ്. സെൽസ് ആൻഡ് ടിഷ്യൂസ് അല്ലെ, പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുകൾ ഉപയോഗിച്ചാണ് നമുക്കറിയാം. പക്ഷെ നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് എപ്പോൾ ഉണ്ടായെന്ന് പറഞ്ഞത് 3 billion years back. ഓക്കെ, ലൈഫ് ഉണ്ടായത് 4 billion years മുന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായത് എപ്പോഴാണ്? 4 billion years മുന്നെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് സെല്ലുലാർ ഫോമുകളാണ്. നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ, ഇപ്പോൾ കാണുന്ന വെച്ചാൽ ഹ്യൂമൻസിന് പോലത്തെ അല്ല, യൂണിസെല്ലുലാർ ഫോമുകളാണ് 4 billion years ഒക്കെ ഉണ്ടായത്. അതിൻ്റെ 1 billion years ago, അതായത് 1 billion years ago, 3 billion years back ആണ് നോൺ സെല്ലുലാർ ഫോമുകൾ ഉണ്ടായത്. അവർ വലിയ വലിയ മോളിക്യൂൾസ് ആയിരുന്നിരിക്കാം, അതായത് RNA, പ്രോട്ടീൻ പോലത്തെ വലിയ മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾസ് ആയിരുന്നിരിക്കാം. ഓക്കെ, ആൻഡ് ഇവരെന്ത് ചെയ്തു? ഇവിടെ റീപ്രൊഡ്യൂസ് അതായത് ഇവർ ഡിവൈഡ് ചെയ്ത് RNA ഡിവൈഡ് ചെയ്ത്, പ്രോട്ടീൻ ഡിവൈഡ് ചെയ്ത്, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പുതിയ മോളിക്യൂളുകൾ ഉണ്ടാക്കിയത് എന്നാണ് ഒരു ബിലീഫാണിത്. ഇത് നോൺ സെല്ലുലാർ ആണ്. 3 billion years മുന്നേ നടന്നത്. ഫസ്റ്റ് സെല്ലുലാർ ലൈഫ് ഫോംസ് എപ്പോഴാണ് ഉണ്ടായത്? 2000 million years ago ആണ്. അതായത് സെല്ലുള്ള ഫോം. ഇവിടെ 4 billion years എന്ന് പറയുമ്പോൾ ജനറലി ലൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ സെല്ലുലാർ ഫോമുകൾ, അതായത് യൂണിസെല്ലുലാർ ഫോമുകൾ ഉണ്ടായത് എപ്പോഴാണ്? 2000 million years ago ആണ്. 4 billion years ago അല്ല. അത്രയും പണ്ടൊന്നും സെല്ലൊന്നും ഉണ്ടാകത്തില്ല. സെല്ല് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ആയിട്ടല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2000 million, ഓക്കെ, ആണ് മില്യൺ, 2000 million വർഷം മുന്നേ ലൈഫ് സെല്ലുലാർ ഫോംസ് ഉണ്ടായി. ആൻഡ് അത് പൊതുവെ സിംഗിൾ സെല്ലുകളായിരിക്കും. നിങ്ങൾക്ക് ആലോചിച്ച് അറിഞ്ഞൂടെ, ഒരുപാട് സെല്ലിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻസിൻ്റെ പോലത്തെ ഒക്കെ സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ എത്രയോ ടൈം എടുത്തില്ലേ? അപ്പോൾ ആദ്യം ഉണ്ടായത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കും. ഓക്കെ, അപ്പം അധികവും വെള്ളത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, കരയിലായിരുന്നില്ല. പണ്ടത്തെ ഫസ്റ്റ് ലൈഫ് ഫോംസ് ഒക്കെ ഓൾമോസ്റ്റ് എന്തായിരുന്നു? വാട്ടർ എൻവയോൺമെൻറ്റിൽ തന്നെയായിരുന്നു കാണപ്പെട്ടിരുന്നത്. അപ്പോൾ ഇതിനാണ് നമ്മൾ ബയോജെനസിസ് എന്ന് പറയുന്നത്.
എന്താ ലൈഫ് ഉണ്ടാവുന്ന ബയോജെനിസിസ്. ഓക്കെ, ആൻഡ് ഈ തിയറി വൈഡ്ലി ആക്സെപ്റ്റഡും ആയിരുന്നു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്താ? അപ്പോൾ ലൈഫ് എങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായ, കെമിക്കൽ എവല്യൂഷൻ ആണ് നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതെങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഫസ്റ്റ് ലൈഫ് നമുക്ക് മനസ്സിലായി. അപ്പം 2000 മില്യൺ ഇയേഴ്സ് അഗോ ആണ് സെല്ലുലാർ ഫോം ഉണ്ടായത്. നോൺ സെല്ലുലാർ ഫോം ആണെങ്കിൽ 3 ബില്യൺ ഇയേഴ്സ് അഗോ. ക്ലിയർ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, അന്നുണ്ടായ സിംഗിൾ സെൽഡ് ഓർഗാനിസം പോലത്തെ ഓർഗാനിസത്തിൽ നിന്ന് ഇന്നത്തെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസത്തിലേക്ക് എങ്ങനെ എത്തി? ആ എവല്യൂഷൻ എങ്ങനെ നടന്നു? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഓക്കെ, ഹൗ കുഡ് ഹാവ് ദ ഫസ്റ്റ് സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് ഇവോൾവ്ഡ് ഇൻ ടു ദ കോംപ്ലക്സ് ബയോഡൈവേഴ്സിറ്റി ദാറ്റ് യു സീ ടുഡേ? ഇതാണ് അടുത്ത ചോദ്യം. അതാണ് നമ്മുടെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ് തിയറി എന്ന് പറയുന്ന സെക്ഷൻ, നിങ്ങളുടെ 6.2. ഓക്കെ, ലൈഫ് ഫോമുകൾ എങ്ങനെ ഉണ്ടായി? ഒറിജിൻ ഓഫ് ലൈഫ് ആയിരുന്നു നമ്മൾ 6.1, അത് നമ്മൾ പറഞ്ഞു. റൈറ്റ്, ഇത് 6.2 ആണ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഫോംസ്. ഓക്കെ, ജീവജാലങ്ങൾ ലൈഫ് ഫോംസ് നമ്മളിപ്പോൾ കാണുന്ന പോലെ ലൈഫ് ഫോംസിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ തന്നെയാണ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇത് പല തിയറീസ് ഉണ്ട്. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ബാക്കിലെ പിക്ചർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടോ ഞാനിപ്പോൾ ഏത് തിയറിയാണ് പറയാൻ പോകുന്നത്? അല്ല, ഏത് തിയറിയാണ് ഞാൻ പറയാൻ പോകുന്നത്? തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അതായത് ദൈവം സൃഷ്ടിച്ചു എന്നുള്ള ഒരു ദൈവം അല്ലെങ്കിൽ അങ്ങനെ ഏതോ ഒരു സൂപ്പർ നാച്ചുറൽ പവർ. ഓക്കെ, ഇപ്പം കാണുന്ന രീതിയിൽ ഇപ്പം ഭൂമിയിൽ എങ്ങനെയാണോ ആൾക്കാരുള്ളത്, മനുഷ്യന്മാരുള്ളത്, മൃഗങ്ങളുള്ളത്, സസ്യങ്ങളുള്ളത്, മൈക്രോബ്സ് ഉള്ളത്, അതേപോലെ ദൈവം പണ്ട് എപ്പോഴോ സൃഷ്ടിച്ചു. ദൈവം അല്ലെങ്കിൽ വേറെ ആരോ സ്പെഷ്യൽ ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ. ഓക്കെ, ഒരു സൃഷ്ടിക്കുന്ന ആള്. റൈറ്റ്, സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷനിൽ പറയുന്നത്. അപ്പോൾ ഓൾ ലിവിങ് ഓർഗാനിസംസ്, സ്പീഷീസ് ഓർ ടൈപ്സ് that we see today were created as such. ഈ ടേം ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ എത്രയോ വർഷങ്ങൾ മുമ്പ് ആര് ക്രിയേറ്റ് ചെയ്തു? ആരോ ഏതൊരു ക്രിയേറ്റർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്നാണ് തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷനിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന റിലീജിയസ് ലിറ്ററേച്ചറിലാണ്, അതായത് നമ്മുടെ ഓരോ മതപരമായ പുസ്തകങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു തിയറി കാണുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് തിയറി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ? ഡൈവേഴ്സിറ്റി, അതായത് വൈവിധ്യം, ജൈവ വൈവിധ്യം എന്ന് പറയുന്നത് ഇപ്പം എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ഒരു 1000 വർഷം കഴിഞ്ഞാലും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തന്നെ വരാനില്ല. കാരണം എന്താ? എത്രയോ പണ്ട് സൃഷ്ടിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്നല്ലേ പറയുന്നത്. അവിടെ ഇപ്പം എങ്ങനെയാണോ അങ്ങനെ തന്നെ പണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നുള്ള പോലെ തന്നെയാണ് ഇന്നുള്ള പോലെ തന്നെ ആയിരിക്കും നാളെ. ഒരു തരത്തിലുള്ള വ്യത്യാസവും ഒന്നിനും വരാൻ പോകുന്നില്ല എന്നാണ് ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഓൾസോ പറയുന്നത് എന്താ? 4000 വർഷം മുന്നേ, മില്യൺ അല്ല തൗസൻഡ്സ്. ഓക്കെ, വെറും 4000 വർഷം മുന്നെയാണ് ലൈഫ് ഉണ്ടായത് അല്ലെങ്കിൽ ഭൂമി ഉണ്ടായത് എന്നും ഈ തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ വഴി നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു കോൺസെപ്റ്റുകളെല്ലാം തന്നെ പണ്ട് ആൾക്കാർ വിശ്വസിച്ചിരുന്നു എങ്കിലും തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ ഒക്കെ വന്നതിന് ശേഷം ഇത് വളരെ സ്ട്രോങ്ലി ചാലഞ്ച്ഡ് ആയി. 19th century ഒക്കെ ആവുന്ന സമയത്തേക്ക് എന്ത് സംഭവിച്ചു? വളരെ സ്ട്രോങ്ലി ഇങ്ങനെയൊന്നും നടക്കത്തില്ല, ഇതൊന്നും ഉണ്ടാകത്തില്ല, ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, അന്നുള്ള പോലെയല്ല ഇന്നുണ്ടാകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ, അങ്ങനെ ഒരു ക്രിയേറ്റർ ഒന്നും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ പറയാൻ തുടങ്ങി, ആൾക്കാർക്ക് മനസ്സിലാവാൻ തുടങ്ങി, ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ ഇങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ എന്ത് ചെയ്തു? ചിന്തിച്ച് എത്തി തുടങ്ങി, കുറച്ച് പേരെങ്കിലും. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് നമ്മുടെ താരം. ഓക്കെ, നമ്മുടെ എവല്യൂഷൻ്റെ താരം. എവല്യൂഷൻ പറയുമ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒരു താരമുണ്ട് അല്ലേ, ഒരാളുണ്ട്. ഇങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്കിപ്പം എവല്യൂഷൻ നമുക്ക് മനസ്സിലായ രീതിയിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇങ്ങനെയുടെ ഫേസ് റിവീലാണ് ഇപ്പം നടന്നത്. റൈറ്റ്, ഇങ്ങനെ ആരെങ്കിലും അറിയോ ഈ സാർ ആരാന്ന്? നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന മനുഷ്യൻ ആരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും എന്തായാലും. സിനിമകൾ കേട്ടിട്ടില്ലേ? ഡാർവിൻ്റെ പരിണാമം എന്ന് കേട്ടിട്ടുണ്ടോടാ? സിനിമേൻ്റെ പേര് പൃഥ്വിരാജ് സാറിൻ്റെ സിനിമയാണ് ഡാർവിൻ്റെ പരിണാമം, ഇഫ് ഐ നോട്ട് റോങ്. റൈറ്റ്, ഡാർവിൻ, ചാൾസ് ഡാർവിൻ്റെ ഫോട്ടോ ആണ് നിങ്ങളിവിടെ കണ്ടത്. ഒന്നുകൂടെ കണ്ടോ? ഇപ്പോൾ ആളെ കണ്ടതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടെ കണ്ടോ? ഇതാണ് ചാൾസ് ഡാർവിൻ. അപ്പോൾ ചാൾസ് ഡാർവിൻ എന്ത് ചെയ്തു? ഒരു ദിവസം ഒരു യാത്രയ്ക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ചാൾസ് ഡാർവിൻ എന്ത് ചെയ്തു? ഞാൻ എന്നാലും ഒന്ന് പുറത്ത് പോയി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല കേട്ടോ, അയാളൊരു സീ വോയേജ് പറഞ്ഞു, കടൽ യാത്ര. ഓക്കെ, കടൽ യാത്രയ്ക്ക് അയാൾ ഇറങ്ങി. എത്രയോ വർഷങ്ങൾ നീണ്ടുനിന്ന കടൽ യാത്രയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 6 മാസം കൊണ്ട് പോയി വരുന്ന പരിപാടിയൊന്നുമല്ല. എത്രയോ വർഷങ്ങൾ, ഒക്കെ അയാളുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗം അയാൾ ഇതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അയാൾ യാത്ര ചെയ്യാൻ തുടങ്ങി. അയാൾ കപ്പലിലല്ല യാത്ര ചെയ്യുക. അയാൾ കപ്പലിന്റെ പേര് വേണ്ട, പേര് വേണം. എന്താണ് പേര്? HMS ബീഗിൾ.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചാൾസ് ഡാർവിൻ ഒക്കെ സഞ്ചരിച്ച കപ്പലിന്റെ പേര് അറിയാത്ത ബയോളജിസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ബയോളജിസ്റ്റ് ഉണ്ടാവണം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച കപ്പലിന്റെ പേരാണ് HMS ബീഗിൾ. അപ്പൊ അങ്ങനെ അയാൾ സഞ്ചരിച്ച് അയാൾ ഒരുപാട് ഐലൻഡുകൾ സഞ്ചരിച്ചു, അയാൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. ആൻഡ് അയാൾ വെറുതെ സ്ഥലം കാണാൻ പോയതാണോ? അല്ല, അയാൾ എന്ത് പഠിക്കാൻ പോയതാ? എവല്യൂഷൻ പഠിക്കാൻ പോയതാ. അപ്പൊ അയാൾക്ക് എന്ത് മനസ്സിലായി? അയാൾക്ക് എന്താ മനസ്സിലായത്? ഇപ്പൊ ഉള്ള ജീവജാലങ്ങൾ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലൈഫ് ഫോംസ്, ഇപ്പൊ ഉള്ള രൂപത്തിൽ ഉള്ള ലൈഫ് ഫോംസ് എന്ത് ചെയ്യുന്നു? സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്നു. ആരായിട്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെ വിത്ത് ലൈഫ് ഫോംസ് ദാറ്റ് എക്സിസ്റ്റഡ് മില്യൺ ഇയേഴ്സ്. എന്താ ഇപ്പൊ പറഞ്ഞത്? എത്രയോ മില്യൺ വർഷങ്ങൾ മുമ്പേ ഉണ്ടായിരുന്ന ജീവജാലങ്ങളുമായിട്ട് ഇപ്പോൾ ഉള്ള ജീവജാലങ്ങൾക്ക് സാമ്യത ഉണ്ട് എന്നാണ് ആര് പറഞ്ഞത്? നമ്മളെ ചാൾസ് ഡാർവിൻ പറഞ്ഞത്. അതേപോലെ തന്നെ ചാൾസ് ഡാർവിൻ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പോൾ ഉള്ള ജീവജാലങ്ങളിലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്യത ഉണ്ട് എന്നും കൂടി പറഞ്ഞു. മനസ്സിലായോ? അതായത് ഇപ്പോൾ പൂച്ചയും പുലി, എടാ സൈസ് ഇത്തിരി വലുതായതല്ലേ ഉള്ളൂ, ഓൾമോസ്റ്റ് അവർ സിമിലർ അല്ലേ, അവരൊരു ഫാമിലിയിലുമാണ് വരുന്നത്. റൈറ്റ്. അതേപോലെ തന്നെ സിമിലാരിറ്റീസ്, ഇപ്പം ജീവിച്ചിരിക്കുന്ന ലൈഫ് ഫോംസിൻ്റെ ഇടയിലും സിമിലാരിറ്റീസ് ഉണ്ട്. ഓക്കെ. ആൻഡ് പണ്ട് മില്യൺ വർഷങ്ങൾ മുമ്പുള്ള ആൾക്കാരും അതായത് മില്യൺ വർഷങ്ങൾ മുമ്പുള്ള ജീവജാലങ്ങളും ഇപ്പോൾ ഉള്ള ജീവജാലങ്ങളും തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റികൾ ഉണ്ട് എന്ന് ആര് പറഞ്ഞു? ചാൾസ് ഡാർവിൻ പറഞ്ഞു എന്നുള്ളതാണ്. ആൻഡ് അന്നുണ്ടായിരുന്ന മില്യൺ വർഷങ്ങൾ മുമ്പുണ്ടായിരുന്ന പല ജീവജാലങ്ങളും ഇപ്പോൾ എക്സിസ്റ്റ് പോലും ചെയ്യുന്നില്ല, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് 2 പോയിന്റ് നമുക്ക് എന്താ കിട്ടിയത്? ഒരു പോയിന്റ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്ന പോയിന്റാണ്. അതായത് ചാൾസ് ഡാർവിൻ്റെ വോയേജിൽ നിന്നും ചാൾസ് ഡാർവിന് കിട്ടിയ ആദ്യത്തെ പോയിന്റാണ് എക്സ്റ്റിങ്ഷൻ. അത് പണ്ട് മില്യൺ വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ ഓർഗാനിസവും അതേപോലെ ഇപ്പോൾ ഇല്ല, ഒരുപാടെണ്ണം എക്സ്റ്റിങ്ക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വംശനാശം വന്ന് പോയിട്ടുണ്ട്. എക്സാമ്പിൾ ഡിനോസോസ്. അല്ലെ, ഡിനോസോസ് ഇപ്പോൾ ഉണ്ടോ? ഇല്ല, അവർ എക്സ്റ്റിങ്ഷൻ വന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എക്സ്റ്റിങ്ഷൻ വരാം. അതേപോലെ തന്നെ പുതിയ ജീവജാലങ്ങൾ ഉത്ഭവിക്കാനും ചാൻസ് ഉണ്ട്. അപ്പം ന്യൂ ലൈഫ് ഫോംസ് ഇവോൾവ് ചെയ്തിട്ടുണ്ടാവാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട് എന്നും ആർക്ക് മനസ്സിലായി? നമ്മുടെ ഡാർവിന് മനസ്സിലായി. അപ്പോൾ ഈ 2 പോയിന്റ് ഡാർവിൻ അയാളുടെ സീ വോയേജിൽ നിന്ന് മനസ്സിലായതാണ്. എക്സ്റ്റിങ്ഷനും നടക്കുന്നുണ്ട്, ന്യൂ ലൈഫ് ഫോംസുകളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചതോടുകൂടി എന്തില്ലാണ്ടായി? എന്താടാ ഇല്ലാണ്ടായത്? ഇല്ലാണ്ടായി അല്ലേ? ഇല്ലാണ്ടായി. അപ്പം എന്ത് സംഭവിച്ചു? കാരണം ആ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് പണ്ടുള്ളത് ഇല്ലാണ്ടാവുന്നുമില്ല, ഇനി ഒന്നും പുതുതായിട്ട് ഉണ്ടാവുന്നുമില്ല. എന്താണോ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ആ ഒരു തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷനിൽ പറഞ്ഞത്. പക്ഷെ ഇവിടെ ചാൾസ് ഡാർവിൻ പോയി സഞ്ചരിച്ച് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താ? എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട്. സംശയം ഉണ്ടോ നിങ്ങൾക്ക് എക്സ്റ്റിങ്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്? സംശയമുണ്ട്? തീർച്ചയായും ഇതെല്ലാം തെളിവ് ഞാൻ പഠിപ്പിച്ചിട്ട് ഞാൻ പോകുന്നു. തീർച്ചയായും അപ്പോൾ എക്സ്റ്റിങ്ഷൻ ഉണ്ടായിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂ ലൈഫ് ഫോംസ് ഫോം ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ ഡാർവിൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഡാർവിൻ്റെ ടേം എന്താ? ഗ്രാജുവൽ എവല്യൂഷൻ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു 80 വർഷം ജീവിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ 100 വർഷം ആയിക്കോട്ടെ. നമ്മളൊരു 100 വർഷം ജീവിച്ചാലും ആ 100 വർഷം നമ്മുടെ ലൈഫ് സ്പാനിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമുക്ക് എവല്യൂഷൻ കാണാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ എവല്യൂഷൻ വിശ്വസിക്കാനും മടിക്കുന്നത് കേട്ടോ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നമ്മൾ കണ്ണോട് കാണുന്നതേ ഞാൻ വിശ്വസിക്കൂ, ഞാൻ തൊടുന്നതേ ഞാൻ അറിയൂ, അല്ലെങ്കിൽ അതേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് അവരുടെ കുറ്റമല്ല. ഇറ്റ്സ് എ വെരി ഗുഡ് തിയറി, ഐ ആക്സെപ്റ്റഡ്. ഇറ്റ്സ് എ വെരി ഗുഡ് തിയറി. പക്ഷേ ദ തിങ് ഈസ്, നമ്മൾ ഏതോ സിനിമ ചോദിച്ചു പറയുന്നത് അച്ഛൻ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം മീൻസ് വിശ്വസിക്കുന്നുണ്ടല്ലോ, പക്ഷെ കണ്ടിട്ടുണ്ടോ അവരെ? നീ ഇല്ലല്ലോ. അങ്ങനെ ഏതോ സിനിമ ചോദിക്കുന്നുണ്ടല്ലോ. സോ അതുപോലെ എവല്യൂഷനൊക്കെ ഒരുപാട് എന്തുണ്ട് തെളിവുകളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവത്തിലേ ഉള്ളൂ, ഗ്രാജുവൽ എവല്യൂഷനാണ് നടന്നതെന്നാണ് ചാൾസ് ഡാർവിൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലൈഫ് സ്പാനിൽ 80 വർഷം കൊണ്ടോ 90 വർഷം കൊണ്ടോ ചിലപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാർ വെച്ച് പോയ തെളിവുകൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, ചരിത്രം അറിയണം. അങ്ങനെ അറിഞ്ഞിട്ട് ഫോസിലുകളും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പണ്ട് കാലങ്ങളിൽ ആൾക്കാർ ഓൾറെഡി പറഞ്ഞു വെച്ച് പോയത് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെച്ച് പോയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം റെഫർ ചെയ്യാം. അല്ലാണ്ട് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ മരിച്ചപ്പോൾ വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ അതാണ് കാണുന്നത് ഗ്രാജുവൽ എവല്യൂഷനാണ് നടന്നത്. ചാൾസ് ഡാർവിൻ എന്ത് ചെയ്തു? പറഞ്ഞു. ഇതാണ് ചാൾസ് ഡാർവിൻ സഞ്ചരിച്ച കപ്പൽ HMS ബീഗിൾ. ഓക്കെ. ഇനി ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം അല്ലേ, അല്ലെങ്കിൽ തിയറി ഓഫ് എവല്യൂഷൻ ബൈ ചാൾസ് ഡാർവിൻ. ആ ഒരു തിയറി ഓഫ് എവല്യൂഷനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ. അതിൽ 2 കാര്യങ്ങൾ, ഒന്ന് നാച്ചുറൽ സെലക്ഷൻ, ഒന്ന് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. ഓക്കെ, കേട്ടിട്ടുണ്ടാവും. ഇത് കേൾക്കാത്തവർക്ക് വളരെ കുറവാണ്. ഇതിപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നാച്ചുറൽ സെലക്ഷൻ ആൻഡ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്.
ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, എങ്ങനെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും? എടാ, നമ്മുടെ ജീവിതം നോക്കിയാൽ മതി, മനുഷ്യന്മാരുടെ ജീവിതം നോക്കിയാൽ മതി. ഫിറ്റായവർ സർവൈവ് ചെയ്യും, അല്ലാത്തവർ മരിച്ചു പോകുന്നില്ലേ? എടാ, അതായത് ഇമ്മ്യൂണിറ്റി കുറച്ച് കുറവുള്ളവരാണെങ്കിൽ, ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് പേര് മരിച്ചു അല്ല, വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഒരുപാട് പേര് എന്ത് ചെയ്തു? മരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് അവർ മരിച്ചത്? അവർക്ക് കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ഇമ്മ്യൂണിറ്റി അവരുടെ ശരീരത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, അത് അവരുടെ തെറ്റാണോ? അല്ല, അവർക്ക് ജനിതകപരമായി കിട്ടിയതായിരിക്കാം, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം, എന്തോ ആവട്ടെ. അവർക്ക് എന്തില്ല, കോവിഡ് എന്ന് പറഞ്ഞൊരു പുതിയ വൈറസ്, ഒരു പുതിയ ത്രെറ്റ്, ഒരു പുതിയ ചാലഞ്ച് വന്ന സമയത്ത് അവർക്ക് അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ശരീരത്തിൽ അത് ബാധിച്ചു. ആൻഡ് ശരീരത്തിന് ബാധിച്ചതിന് ശേഷം അവർ എന്ത് ചെയ്തു? അത് അവർക്ക് ശരീരത്തിനും എതിർക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുണ്ടായി? മരിക്കുകയുണ്ടായി. അല്ലെങ്കിൽ ഇപ്പോൾ വന്ന സമയത്താണെങ്കിലും കോവിഡ് വന്ന സമയത്താണെങ്കിലും എന്ത് സംഭവിച്ചു? അങ്ങനത്തെ പല സിറ്റുവേഷൻസ് ഉണ്ടാവുകയുണ്ടായി. ഓക്കെ, ആ ഒരു ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? സർവൈവ് ചെയ്തത്. അതായത് പുതിയൊരു കണ്ടീഷൻ, പുതിയൊരു ത്രെറ്റ് വരുന്ന സമയത്ത് അതിനെ ഫേസ് ചെയ്ത് ചാലഞ്ച് ചെയ്ത് അതിനെ തരണം ചെയ്യാൻ, അതിനെ ഓവർകം ചെയ്യാൻ ഫിറ്റ് അല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യും? മരിച്ചു പോവും. അല്ലാത്തവർ മാത്രം സർവൈവ് ചെയ്യും. ഇതാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇനി നാച്ചുറൽ സെലക്ഷൻ നിങ്ങൾക്ക് കാണാം. നേച്ചർ തന്നെ ചില സ്ഥലത്ത്, അതായത് നമ്മുടെ പ്രകൃതി തന്നെ ചില സ്ഥലത്ത് എന്ത് ചെയ്യും? ചില സമയത്ത് ഭൂമി കുലുക്കം അല്ലേ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ലാൻഡ് സ്ലൈഡ്, അല്ലെങ്കിൽ എർത്ത് ക്വിക്ക്, അല്ലെങ്കിൽ ടൊർണാഡോസ്, ചുഴലിക്കാറ്റുകൾ, അല്ലെങ്കിൽ സുനാമീസ്, റൈറ്റ്? അങ്ങനെ പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ്, ഫ്ലഡുകൾ, എന്താവട്ടെ പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടാണോ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരുന്നത്? അല്ലല്ലോ, നമ്മളോട് പറഞ്ഞു തരുന്നൊരു സാധനമല്ല. പക്ഷെ വരുന്നുണ്ടോ? വരുന്നുണ്ട്. അത് ആരാ വരുത്തുന്നത്? ആരാ? പ്രകൃതിയല്ലേ, നേച്ചറല്ലേ അത് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത് എവിടെ വരണം, എങ്ങനെ വരണം എന്ന്. അതെ, അപ്പം നേച്ചർ അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ഈ പറഞ്ഞ പോലത്തെ ഡിസാസ്റ്റേഴ്സ് ഒക്കെ വഴി ഒരുപാട് പേര് എന്ത് ചെയ്യും? അങ്ങ് വാഷ് ഔട്ട് ചെയ്ത് കളയും. ബാക്കിയുള്ളവരെന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. നേച്ചറിന് അങ്ങനെ ഇന്ന് പൈസക്കാരൊക്കെ പോട്ടെ, അല്ലെങ്കിൽ പാവപ്പെട്ടവരൊക്കെ പോട്ടെ എന്ന് നേച്ചറിനുണ്ടോ? നേച്ചറിന് അങ്ങനെയൊന്നുമില്ല. നേച്ചർ തോന്നിയ പോലെ ചെയ്യും. അതിൽ പാവപ്പെട്ടവരും പോവും, പണക്കാരും പോവും, പൈസക്കാരും പോവും, ഉയർന്ന ജാതിക്കാരും പോവും, താഴ്ന്ന ജാതിക്കാരും പോവും, എല്ലാ മതക്കാരും പോവും, എല്ലാവരും പോവും. നേച്ചറിന് ആ ഒരു ഡിസ്ക്രിമിനേഷൻ നേച്ചറിന് അറിയില്ല കേട്ടോ. അപ്പോൾ നാച്ചുറൽ സെലക്ഷൻ അതാണ്. പലതരത്തിലുള്ള മെത്തേഡ്സ് വഴി നേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നുണ്ട് ആര് ജീവിക്കണം, ആര് ജീവിക്കേണ്ട എന്നുള്ളത്. ഓക്കെ, അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡാർവിനെ സംബന്ധിച്ചിടത്തോളം ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്താ ഡാർവിൻ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ഡാർവിൻ ഒരു സിമ്പിൾ പോയിന്റാണ് പറഞ്ഞത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഡാർവിൻ എന്താ ഉദ്ദേശിച്ചത്? ഓൺലി ടു റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. എന്താ ഉദ്ദേശിക്കുന്നത്? ബെറ്റർ ഫിറ്റ് ഇൻ എൻ എൻവയോൺമെന്റ്. ആരാണ് ഒരു പ്രകൃതിയിൽ കൂടുതൽ യോഗ്യൻ ഓർ ഓക്കെ വാട്ട് എവർ, എനിക്ക് ആ വേർഡ് ആകത്തില്ല. ആരാണ് പ്രകൃതിയിൽ കൂടുതൽ ജീവിക്കാൻ യോഗ്യതയുള്ള ആൾക്കാർ? ആരാണ്? ഹൂ ലീവ്സ് മോർ പ്രൊജനി ദാൻ അതേഴ്സ്. പ്രൊജനി എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പോൾ നമുക്കറിയാം, പൂച്ചയൊക്കെ ആണെങ്കിൽ, അല്ലെ, നിങ്ങളുടെ പൂച്ചയൊക്കെ പ്രഗ്നന്റ് ആയിട്ട് അല്ലെ കുട്ടികളെ കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയോ 2 കുട്ടിയോ തന്നെ ഉണ്ടാവും. ഇൻ സിംഗിൾ പ്രഗ്നൻസി ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഒറ്റ ഡെലിവറിയിൽ തന്നെ എന്ത് സംഭവിക്കും? ഒരുപാട് കുട്ടികളുണ്ടാവും. 5-6 കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് യൂഷ്വലി, അല്ലേ? അപ്പം പൂച്ച എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പൂച്ചയ്ക്ക് അങ്ങനെ കുട്ടികളുണ്ടാകുന്നത്? പൂച്ച കുറച്ചും കൂടെ ഫിറ്റസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിറ്റർ ആണ് നമ്മളെക്കാട്ടും. ഇറ്റ്സ് മോർ ഫിറ്റർ എന്ന് പറഞ്ഞ വേർഡിലുള്ള ഇറ്റ്സ് മോർ ഫിറ്റ് ദാൻ അസ്. എന്തുകൊണ്ടാണ്? നമുക്ക് ചാൾസ് ഡാർവിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയണമെങ്കിൽ പൂച്ച നമ്മളെക്കാളും കൂടുതൽ ഫിറ്റാണ്. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? പൂച്ച ഒരുപാട് പ്രൊജനി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അത്ര പ്രൊജനി ഉണ്ടാക്കുന്നുണ്ടോ? ഇന്ന് സിംഗിൾ പ്രഗ്നൻസി നമ്മൾ 5-6 പ്രൊജനിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സോ അതാണ് സിംപ്ലി ഡാർവിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിഫേഴ്സ് ടു ഓൺലി റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്. അപ്പോൾ അങ്ങനെ കൂടുതൽ പ്രൊജനി ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഷീസ്, ആ ഒരാളെ പറ്റിയല്ല പറയുന്നത്. കൂടുതൽ പ്രൊജനി ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഷീസ് കൂടുതൽ സർവൈവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരാണ് കൂടുതൽ ഫിറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതേ സമയത്ത് ഇതേ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഇതേപോലത്തെ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരാളാണ് ആൽഫ്രഡ് വാലസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽഫ്രഡ് വാലസ് ഒരു നാച്ചുറലിസ്റ്റ് ആയിരുന്നു. മലേ ആർക്കിപെലാഗോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് പോലത്തെ ഒരു ആർക്കിപെലാഗോ ആണ്. ഓക്കെ, ആർക്കിപെലാഗോ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പം മലേ ആർക്കിപെലാഗോയിലാണ് ആര് വർക്ക് ചെയ്തത്? അവിടെയാണ് ആര് പഠിച്ചത്? അവിടെയാണ് പോയത് ആര്? ആൽഫ്രഡ് വാലസ്, എവല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതേപോലത്തെ കൺക്ലൂഷൻസിൽ ഇതേ സമയത്ത് തന്നെ ഇതേപോലത്തെ കൺക്ലൂഷൻസ് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ചാൾസ് ഡാർവിനെ പറ്റി പഠിക്കുമ്പോൾ മറക്കരുത് ആൽഫ്രഡ് വാലസും കൂടെ ഉണ്ടായിരുന്നു. ചാൾസ് ഡാർവിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നല്ല കേട്ടോ, പക്ഷെ ആ സമയത്ത് അതേപോലത്തെ കാര്യങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ട്. ആൽഫ്രഡ് വാലസും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആൽഫ്രഡ് വാലസിന്റെ ഫോട്ടോ. ഓക്കെ, ഇതാണ് ആൽഫ്രഡ് വാലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാച്ചുറൽ സെലക്ഷനും പറഞ്ഞു, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും പറഞ്ഞു. ഇനി
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും എന്താ ഒരു സിമിലാരിറ്റീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ അവർക്കൊരു കോമൺ ആൻസെസ്റ്റർ ഉണ്ടാവും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് ഏതോ ഒരു പെർട്ടിക്കുലർ ആൻസെസ്റ്ററിൽ നിന്ന് ആണ് ബാക്കി എല്ലാവരും ഉണ്ടായത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷെ അത് ഇങ്ങനെയല്ല കോൺസെപ്റ്റ്. അതായത് ഏതോ ഒരു മനുഷ്യരിൽ നിന്ന് ബാക്കി എല്ലാ മനുഷ്യന്മാരും ഉണ്ടായി എന്നുള്ള കോൺസെപ്റ്റ് അല്ല. അങ്ങനെയും കോൺസെപ്റ്റുകളുണ്ട്. പലരും അങ്ങനെ വിശ്വസിക്കുന്നവരായിരിക്കാം. ഏതോ ഒരു പെർട്ടിക്കുലർ മനുഷ്യൻ ഉണ്ടായിരുന്നു, ആ മനുഷ്യനിൽ നിന്ന് ബാക്കി എല്ലാവരും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയല്ല തിയറി ഓഫ് എവല്യൂഷൻ പറയുന്നത്. ഇതല്ല സംഭവം. പക്ഷെ എന്താണ് സംഭവം? പലതരത്തിലുള്ള ജീവജാലങ്ങളില്ലേ, ഈ പലതരത്തിലുള്ള ജീവജാലങ്ങൾ, അതായത് പശു ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, പുലി ആയിക്കോട്ടെ, പൂച്ച ആയിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, നായ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നുണ്ടായവരാണ്. അല്ലെങ്കിൽ ഇവർക്കൊക്കെ എന്തുണ്ട്, കോമൺ ആൻസിസ്റ്റർ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ആദ്യ തവണ കേൾക്കുമ്പോൾ കുറച്ച് മണ്ടത്തരമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇറ്റ്സ് നോട്ട് മണ്ടത്തരം. ഐ പ്രൂവ് ഇറ്റ് യു ഗൈസ്. ഓക്കെ അങ്ങനെ ഈ ആൻസിസ്റ്റേഴ്സ് ഇവ എല്ലാം ഒരു സിംഗിൾ ആൻസിസ്റ്റർ ആയിട്ടില്ലെങ്കിലും ആൻസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് ഈ ആൻസിസ്റ്റേഴ്സ് ഡിഫറെന്റ് പീരീഡുകളിലാണ് ഭൂമിയിൽ ഉണ്ടായിരുന്നത്. അതായത് ചിലവർ പണ്ടുണ്ടായിരുന്നു, അവർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ട്. എപ്പോക്കുകൾ, പീരീഡുകൾ, എറാസ്, പലതരത്തിലുള്ള ഇറാസ് ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനില്ല, എവല്യൂഷനകത്ത് പഠിക്കാനില്ല. പക്ഷെ പലതരത്തിലുള്ള എറാസ് ഉണ്ട്, പീരീഡ്സ് ഉണ്ട്, എപ്പോക്സ് ഉണ്ട്. ഫ്യൂച്ചറിൽ പഠിക്കാം. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. അപ്പോൾ എനിവേസ് പലതരത്തിലുള്ള എറാസ് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എറാസിലാണ് ഐസ് ഏജും സംഭവങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ പലതരത്തിലുള്ള ഇറാസുകളാണ് പലതരത്തിലുള്ള ആൻസസ്റ്റേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പം അവർ ചിലവരുണ്ട്, ചിലവരില്ല. എനിവേസ് അതുകൊണ്ട് നമുക്ക് ഒരു പോയിന്റ് ഇവിടെ പറയാം. ദ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. അതായത് ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്, അതായത് ഭൂമിയുടെ എവല്യൂഷൻ എന്ന് സിംപ്ലി പറയുകയാണെങ്കിൽ ഭൂമിയുടെ എവല്യൂഷൻ ക്ലോസ്ലി കോറിലേറ്റ്സ് വിത്ത് ദ ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. അപ്പോൾ ജിയോളജിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയുടെ പ്രകൃതി റിലേറ്റഡ് ആയിട്ടുള്ള എവല്യൂഷൻ. അതായത് പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊരു മോൾട്ടൺ രൂപമായിരുന്നു, ഇപ്പം എവല്യൂഷൻ നടന്ന് ഇപ്പം ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ആ ഒരു എവല്യൂഷൻ പോലെ തന്നെ പലതരത്തിലുള്ള എന്താ പറയുക, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഒരു മീറ്റിയോർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് വന്ന് ഇടിച്ചു, ഭൂമിക്ക് വന്ന് തട്ടി. അങ്ങനെ വന്ന് തട്ടിയ സമയത്ത് ഒരുപാട് ആനിമൽസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി. അതിൻ്റെ കൂട്ടത്തിലാണൊക്കെ ഡിനോസർ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഭൂമിക്ക് എന്ത് സംഭവിക്കുന്നോ അതിനനുസരിച്ച് തന്നെ അതിനകത്തുള്ള ജീവജാലങ്ങൾക്കും മാറ്റങ്ങൾ വരുന്നുണ്ട്. അതേപോലത്തെ മാറ്റങ്ങൾ അതേ സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്ത് പറഞ്ഞത്, ദ ജിയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത് ക്ലോസ്ലി കോറിലേറ്റ്സ് വിത്ത് ദി ബയോളജിക്കൽ ഹിസ്റ്ററി ഓഫ് എർത്ത്. ഇതിനെ മനസ്സിലായല്ലോ. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ് ആണ്, എന്തൊരു കോമൺ കൺക്ലൂഷൻ ആണ്, ദാറ്റ് എർത്ത് ഇസ് വെരി ഓൾഡ്. അതായത് ഒരുപാട് വർഷം പഴയതാണ് എർത്ത്. അബൌട്ട് 4.5 ബില്യൺ ഇയേഴ്സ് ഓൾഡ് ആണ്. അല്ലാതെ 4000 വർഷം മുമ്പല്ല ഭൂമി ഉണ്ടായത് എന്നും മനസ്സിലായി. ആൻഡ് അത് മനസ്സിലായത് കൊണ്ട് ഏത് തിയറി അവിടെ ഡിസ്മിസ് ചെയ്യപ്പെട്ടത്? ഒരു തിയറി ഓഫ് സ്പെഷ്യൽ ക്രിയേഷൻ. അത് അവിടെ എന്ത് ചെയ്യാണ്, ഡിസ്മിസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ലൈഫ് ഇവോൾവ് ചെയ്ത് വന്നത് എന്നാണ് എന്ത് ചെയ്തത് നമ്മളെ ചാൾസ് ഡാർവിൻ ഒക്കെ പറഞ്ഞത്. ഇനി എന്താണ് ഇതിനൊക്കെ തെളിവ്? കുറേ പേര് പിരിക്കുന്നുണ്ടാവും, കുറേ വളവളാന്ന് ഞാൻ പറഞ്ഞു അല്ലേ. ഈ മിസ് എന്തൊക്കെയാണ് പറയണത്, ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? എന്തെങ്കിലും തെളിവുണ്ടോ? ഇഷ്ടം പോലെ തെളിവുണ്ട്, പറഞ്ഞു തരാം. ഇത് പണ്ടുള്ള ആൾക്കാരും ചോദിച്ചിരുന്നു, എടാ ചാൾസ് ഡാർവിനെ, നിങ്ങൾ എത്രയേ സംഭവങ്ങൾ പറഞ്ഞു, വലിയ മാങ്ങ തേങ്ങാമൊക്കെ നിങ്ങൾ പറയുന്നു, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നാച്ചുറൽ സെലക്ഷൻ. എന്താണ് ഇതിനൊക്കെ തെളിവ്? നാച്ചുറൽ സെലക്ഷൻ എവിടെ തെളിവ്? എവല്യൂഷൻ എവിടെ തെളിവ്? തെളിവ് വേണം മിസ്റ്റർ, തെളിവ്. ആ തെളിവാണ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. 6.3 ദി എവിഡൻസസ് ഫോർ എവല്യൂഷൻ. പലതരത്തിലുള്ള എവിഡൻസ് ഉണ്ട്. മോർഫോളജിക്കൽ, അനാറ്റമിക്കൽ, എംബ്രിയോളജിക്കൽ, പാലിയന്റോളജിക്കൽ എല്ലാം നമുക്ക് നോക്കാം. ആദ്യത്തത് പാലിയന്റോളജിക്കൽ എവിഡൻസസ് ആണ്. എന്താ പാലിയന്റോളജി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുണ്ടോ പാലിയന്റോളജി? അതിൽ ഐ തിങ്ക് റോസ് ഇസ് എ പാലിയന്റോളജിസ്റ്റ്, റൈറ്റ്? എന്താണ് പാലിയന്റോളജി? പാലിയന്റോളജി എന്താണെന്ന് അറിയോ? പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ ഫോസിലുകളുടെ സ്റ്റഡിയാണ്. അപ്പോൾ എന്താണ് ഫോസിലുകൾ? ഫോസിലുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് ജീവിച്ചിരുന്ന ജീവജാലങ്ങളുടെ റിമിനൻസ്, അല്ലെങ്കിൽ അവരെ ബാക്കി വെച്ച ബാക്കി പത്രം, അതാണ് എന്ത് ഫോസിലുകൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗാനിസം ഉണ്ടായിരുന്നു, ഇതൊരു ഓർഗാനിസാ. അപ്പം ഇങ്ങനെ ഒരു ഓർഗാനിസം ഉണ്ടായിരുന്നു. ഇതൊരു ഓർഗാനിസ് ആണ്, എന്തായിക്കോട്ടെ, ഓർഗാനിസ് ആയാൽ പോരെ. ഇതൊരു ഓർഗാനിസ് ആണ്. പണ്ട് മില്യൺ വർഷം മുന്നേ ജീവിച്ചിരുന്ന ഓർഗാനിസം ആണ്. അപ്പോൾ ഓർഗാനിസം ജീവിച്ചു, സുഖമായിട്ട് ജീവിച്ചു. ഇത് ഭൂമിയാണ്, ജീവിച്ചു. ഓർഗാനിസം മരിച്ചപ്പോൾ ഓർഗാനിസം എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് ഓർഗാനിസിന്റെ മണ്ണിലാണല്ലോ. എല്ലാവരും ലാസ്റ്റ് മണ്ണിലേക്കല്ലടാ പോകുന്നത്. അപ്പോൾ ഓർഗാനിസം എന്ത് ചെയ്തു? ഓർഗാനിസം മണ്ണിൽ വീണു. മണ്ണിൽ വീണു. മണ്ണിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്.
മഴ പെയ്യുന്നു, വെയിൽ വരുന്നു, മഴ പെയ്യുന്നു, വെയിൽ വരുന്നു, അല്ലേ? സോയിൽ ഇറോഷൻ വരുന്നു, കല്ലുകൾ പൊട്ടുന്നു, കല്ലുകൾ പൊട്ടി മണ്ണാവുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്പൊ ഈ ഓർഗാനിസം ഇവിടെ ഇല്ലല്ലോ. ഓർഗാനിസം പോയില്ലടാ, എടാ ഓർഗാനിസം മരിച്ചില്ലടാ, ഓർഗാനിസം മരിച്ചു, ഡെഡായി. ഓക്കെ, ഓർഗാനിസം ഇവിടെ മണ്ണിലാണുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു? അങ്ങനെ ഓക്കെ ഫൈൻ, ഓർഗാനിസം മരിച്ചു കിടക്കാണ്. ആൻഡ് ഓവർ ടൈം, ഓക്കെ, സമയം കഴിയും തോറും എന്താ സംഭവിക്കുന്നത്? ഈ മണ്ണിന്റെ മേലെ വേറെ ലെയേഴ്സ് ഓഫ് മണ്ണുകൾ വന്ന് ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. സ്വാഭാവികമല്ലേ അത്? മണ്ണുകളും കല്ലുകളും ഒക്കെ വന്ന് എന്ത് ചെയ്യാൻ തുടങ്ങും? ഡെപ്പോസിറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. റൈറ്റ്, അങ്ങനെ കുറേ ലെയേഴ്സ് ഓഫ് മണ്ണുകൾ ഡെപ്പോസിറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ഡെപ്പോസിറ്റ് ആയി ഇവരെന്തായി മാറി? കല്ലുകളായി മാറിയില്ലേ? എടാ, മണ്ണുകൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ഇവർ ബേസിക്കലി എന്തായി? കല്ല് പോലെ ആയില്ലേ? അപ്പോൾ ഇതൊക്കെ ബേസിക്കലി എന്താ? സെഡിമെന്റ് ലെയേഴ്സ് നമുക്ക് പറയാം. എന്താണ് സെഡിമെന്റ് ലെയേഴ്സ്? വന്ന് അടിഞ്ഞുകൂടിയ ലെയറുകൾ, സെഡിമെന്റ് ലെയേഴ്സ്. അപ്പോൾ ഇങ്ങനെ സെഡിമെന്റ് ലെയേഴ്സിൻ്റെ അകത്ത് ഇവരെന്ത് ചെയ്യും? ഇവർ അങ്ങനെ തന്നെ പ്രിസേർവ്ഡ് ആയി കിടക്കും. കാരണം ഇവിടെയാണ് പുറത്ത്, ഭൂമി ഇവിടെയാണുള്ളത്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ഓർഗാനിസത്തിനും സംഭവങ്ങൾക്കൊന്നും ഇത്രയും ലെയറുകൾ കഴിഞ്ഞിട്ട് ഇവിടെ എത്താൻ ഇനി പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കും? ഇവരെ ചിലപ്പോൾ ആ ഒരു ഓർഗാനിസത്തിന്റെ സ്കിന്നും മസിൽസും ഒക്കെ ഡീക്കേ ആയി പോയിട്ടുണ്ടാവും. പക്ഷെ എല്ലുകൾ ഡീക്കേ ആകത്തില്ല. ബോൺസ് എന്ത് ചെയ്യത്തില്ല, അല്ലെ ബോൺസ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള എക്സോസ്കെൽറ്റണോ അങ്ങനെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് എന്താവില്ല, നശിച്ചു പോവില്ല, ഡീക്കേ ആയി പോവില്ല. പകരം അവിടെ അതേപോലെ കിടക്കും. അതാണ് ഫോസിൽസ്. അപ്പൊ നമ്മൾ ഈ കല്ലിന്റെ അകത്തുനിന്ന് ഇതൊക്കെ കുത്തി തുറന്ന്, നമ്മൾക്കിപ്പോൾ അതാണല്ലോ പണി, നമ്മൾ കുത്തി തുറന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കല്ല് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കല്ല് വാട്ടെവർ ദിസ് ഇസ് ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓ പണ്ട് ഇങ്ങനെ ഒരു മുഖവും ഇങ്ങനെ കൊമ്പും അതേപോലെ തന്നെ നേരത്തെ വരച്ച ബോഡി എങ്ങനെയായിരുന്നു, ഇങ്ങനെ ഒരു ബോഡിയുള്ള ഒരു ഓർഗാനിസം ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ഇതിൻ്റെ സ്കള്ള് നോക്കിയിട്ട് മനസ്സിലാവില്ലേ? ഇതിൻ്റെ സ്കെൽറ്റൺ നോക്കിയിട്ട് മനസ്സിലാവും. റൈറ്റ്. സോ അങ്ങനെയാണ് ഫോസിൽസുകൾ വർക്ക് ചെയ്യുന്നത്. ഒരു സിമ്പിൾ ഒരു LKG കുട്ടിക്ക് പറഞ്ഞ പോലെ പറഞ്ഞെടുത്തതേ ഉള്ളൂ. ദ വർക്ക് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. ഞാൻ ജസ്റ്റ് അത് പറഞ്ഞതേ ഫംഗ്ഷനിങ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. ജസ്റ്റ് ഐഡിയ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഫോസിൽസ് ആർ റെമിനൻസ് ഓഫ് ഹാർഡ് പാർട്സ് ഓഫ് ലൈഫ് ഫോംസ് ഫൗണ്ട് ഇൻ റോക്സ്. എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, മനസ്സിലായി. സം ഓഫ് ദം അപ്പിയർ സിമിലർ ടു മോഡേൺ ഓർഗാനിസംസ്. പണ്ട് ജീവിച്ചിരുന്ന ചില ഓർഗാനിസത്തിന്റെ ഫോസിൽസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചില ഓർഗാനിസത്തിന്റെ ബോഡിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചറുമായിട്ട് എന്തുണ്ട്? സിമിലാരിറ്റികൾ ഉണ്ട്. ഓക്കെ, എക്സ്റ്റിങ്ക്ട് ആയി പോയ ഓർഗാനിസം, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിനോസോസ്. റൈറ്റ്, ഡിനോസോസ് പോലെ എക്സ്റ്റിങ്ക്ട് ആയി പോയ ഓർഗാനിസം ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഫോസിലുകൾ വഴിയാണ് മനസ്സിലായത്. ഓക്കെ, അതേപോലെ തന്നെ ഇവർ ഏത് സെഡിമെന്ററി ലെയറിലാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ഏത് ജിയോളജിക്കൽ പീരീഡിലായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കുറേ സെഡിമെന്റ് ലെയേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഇത് ഇത്ര വർഷം മുന്നുള്ളത്, ഇത്ര വർഷം മുന്നുള്ളതാണെന്ന് വിചാരിച്ചോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു 100 വർഷം മുന്നുള്ളതാണ്, ഇതൊരു 1000 വർഷം മുന്നുള്ളതാണ്, ഇതൊരു 10,000 വർഷം മുന്നുള്ളതാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിൽ നിന്നാണ് നമുക്ക് ഫോസിൽ കിട്ടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഫോസിലുള്ള മൃഗം 10,000 വർഷം മുന്നേ ജീവിച്ച ഒരു മൃഗമായിരുന്നു അല്ലെങ്കിൽ പ്ലാന്റ് ആയിരുന്നു എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറഞ്ഞൂടെ? അപ്പൊ കിട്ടുന്ന സെഡിമെന്റ് ലെയർ ഏതാണോ അതിന് കാർബൺ ഡേറ്റിംഗ് എന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ മരിച്ചുപോയ എക്സ്റ്റിങ്ക്ട് ആയി പോയ ഓർഗാനിസം ഏത് വർഷം അല്ലെങ്കിൽ ഏത് ജിയോളജിക്കൽ പീരീഡ് അല്ലെങ്കിൽ എറ അല്ലെങ്കിൽ എപ്പോൾ ജീവിച്ചിരുന്നു, ഐസേജിൽ ജീവിച്ചിരുന്നോ, സ്റ്റോറേജിൽ ജീവിച്ചിരുന്നോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ബേസിക്കലി ഇതേ ഉള്ളൂ. എവല്യൂഷനും അതേപോലെ തന്നെ പുതിയ ലൈഫ് ഫോം, പുതിയ എക്സ്റ്റിങ്ഷൻ പറഞ്ഞല്ലോ ഞാൻ. ചാൾസ് ഡാർവിൻ 2 പോയിന്റാണ് പറഞ്ഞത്, എക്സ്റ്റിങ്ഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് ന്യൂ ലൈഫ് ഫോംസ്. അതേപോലെ തന്നെ സിമിലാരിറ്റീസ്. പണ്ട് ജീവിച്ചിരുന്ന ഓർഗാനിസത്തിന് ഇപ്പം ജീവിച്ചിരിക്കുന്ന ഓർഗാനിസമായിട്ട് ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എന്ന് ചാൾസ് ഡാർവിൻ പറഞ്ഞു വെച്ചിരുന്നു എങ്കിൽ അത് പാലിയോന്റോളജിക്കൽ എവിഡൻസ് വഴി പ്രൂവ് ചെയ്യപ്പെട്ടു. ചാൾസ് ഡാർവിൻ പറഞ്ഞു വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. പാലിയോന്റോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ ഫോസിൽസ് അത് നമുക്ക് കണ്ണുകൊണ്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു. അതായത് നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്, പ്രൂവ് ചെയ്ത് കാണിച്ചു എന്നുള്ളതാണ്. റൈറ്റ്, നിങ്ങൾ എൻസൈഡിലുള്ള പിക്ചറാണ്, ഡൈനോസോഴ്സിൻ്റെ പിക്ചറാണ് കേട്ടോ. ടിറാനോസോറസ്, അതേപോലെ ക്രോക്കഡൈൽസ്. സ്ട്രക്ചറിൻ്റെ ഡിഫറൻസ് നിങ്ങൾ നോക്കണം കേട്ടോ. ക്രോക്കഡൈലിയൻ, റൈറ്റ്, അതേപോലെ ടിറാനോസോറസ്, സ്റ്റെഗോസോറസ്, ഇതൊക്കെ പണ്ടുള്ള ആരായിരുന്നു? ഡിനോസോസ് ആയിരുന്നു. ഇവരുടെ സ്ട്രക്ചറൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലായത്? ഫോസിൽസ്. റൈറ്റ്, ഫോസിൽസ് എന്നാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ പല മ്യൂസിയത്തിൽ നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ മ്യൂസിയത്തിൽ ഒരു ഡിനോസർ വെച്ചിട്ടുണ്ടാവും, പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കും, ആ ഡിനോസർ ജീവനോടെ വരുന്നു. എൻ്റെ അമ്മോ, അങ്ങനെ ഒരു സിനിമ ഉണ്ടായില്ലോ, ഐ എം മിസ്സിങ് സംതിങ് ഹ്യൂജ്. അങ്ങനെ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സിനിമയല്ലേ? ഏതാടാ സിനിമ? ഓക്കെ, എനിവേസ് അങ്ങനത്തെ മൂവീസൊക്കെ ഉണ്ട്. അതേ ഫോസിൽ കിടപ്പാണിതോ, കല്ലിനകത്ത് ഫോസിൽ കിടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, എനിവേസ് മൂവിങ് ഓൺ. പാലിയോന്റോളജിക്കൽ എവിഡൻസസ്, അതാണ് സംഭവം. ഓക്കെ, അടുത്തത് എന്താ? എംബ്രിയോളജിക്കൽ എവിഡൻസസ്.
ഈ എംബ്രിയോളജിക്കൽ എവിഡൻസസ് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് തിയറീസ് പറഞ്ഞു ആൻഡ് അതിൽ തന്നെ പാലിയന്റോളജിക്കൽ എവിഡൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എംബ്രിയോളജിക്കൽ എവിഡൻസ് ഉണ്ട്, അനാറ്റമിക്കൽ ഉണ്ട്, അതേപോലെ തന്നെ മോർഫോളജിക്കൽ എവിഡൻസസ് ഉണ്ട്. അങ്ങനെ കുറച്ച് എവിഡൻസസ് നമുക്ക് പഠിക്കാനുണ്ട്. സിമ്പിൾ സാധനമാണ്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പം എല്ലാവരും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കാണുക. എല്ലാ വീഡിയോസും ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.